Okay. Hallelujah. Amen. Hallelujah. Thank you, Jesus. Praise Lord. फिर से मैं पूछना चाहता हूँ कितना लोग खुश है. ഞാൻ വീണ്ടും ചോദിക്കുക എത്ര പേര് സന്തോഷകരമാണ്. प्रभु का उपस्थिति में जब आएगा हम बहुत आनंद के साथ में आते हैं. ദൈവസന്നിധിയിൽ നാം കടന്നു വരുന്നത് വളരെ സന്തോഷത്തോടെയാണ് കടന്നു വരുന്നത്. मुझे जानता नहीं है एक संडे हम कैसे मिस कर सकते हैं. എനിക്കറിയത്തില്ല ഒരു സൺഡേ നമുക്ക് എങ്ങനെ മുടക്കുവാൻ സാധിക്കും. मेरा जीवन में मैं बहुत कम संडे आराधना मिस किया है. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ചുരുക്കം ചില ഞായറാഴ്ചകൾ മാത്രമേ बहुत कम संडे आराधना मैंने मिस വളരെ ചുരുക്കം സൺഡേകൾ മാത്രമേ ഞാൻ മിസ് ചെയ്തിട്ടുള്ളൂ. धन्यवाद यीशु. ആമേൻ. एक संडे अगर आराधना में जाने के लिए मौका नहीं मिला तो इतना बेचैनी होते दिल. ഒരു സൺഡേ ആരാധിക്കാൻ പോയില്ല എങ്കിൽ ഭയങ്കര വെപ്രാളം വരുമായിരുന്നു. मैं जब नौकरी करता था तभी ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് मुझे ऐसे एक दो संडे मिस हो गया. ഒന്ന് രണ്ട് സൺഡേ എനിക്ക് മിസ് ആയി പോയി. उसका कारण मैं ट्रैवल करता था. അതിന്റെ കാരണം ഞാൻ ട്രാവൽ मेरा जो ചെയ്യുന്നുണ്ടായിരുന്നു कंपनी के लिए. എൻ്റെ കമ്പനിക്ക് വേണ്ടി. उसी कारण से मैं डिसाइड किया उस जो नौकरी रिजाइन करने की. അതുകൊണ്ട് ഞാൻ ആ ജോലി റിസൈൻ ഇടുവാൻ ആഗ്രഹിച്ചു. क्योंकि मुझे ऐसे लगा संडे आराधना मिस होने वाला एक नौकरी मुझे नहीं चाहिए. കാരണം ഞാൻ തീരുമാനിച്ചു ഞായറാഴ്ചകൾ മിസ്സാവുന്ന ജോലി എനിക്ക് വേണ്ട. क्योंकि परमेश्वर का बच्चों प्रभु को उपस्थिति में ആമേൻ. ना आके एक हफ्ते हम जी नहीं सकते, हम रह नहीं सकते. ദൈവമക്കൾക്ക് ഒരു ഞായറാഴ്ച ആരാധനയിൽ കടന്നു വന്നില്ല എങ്കിൽ പിന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. बहुत प्रार्थना के साथ में हम परमेश्वर की उपस्थिति में रहेगा. വളരെ പ്രാർത്ഥനയോട് കൂടെ അവന്റെ സന്നിധിയിലായിരിക്കാം. जरूर प्रभु आज हमसे बात करने वाला. ദൈവം നമ്മോട് ശക്തമായി സംസാരിക്കും. भजन संहिता 107 हम पढ़ के शुरू किया. സങ്കീർത്തനം 107 നാം വായിച്ച് ആരംഭിച്ചു. अंधकार में जंजीरों में पड़ा था उन लोगों का बारे में. ഇരുട്ടിൽ കിടന്ന ചങ്ങല കുടുങ്ങി കിടന്നവരെ പറ്റി प्रभु ने उसको छुड़ाया करके लिखा है. ദൈവം അവരെ വിടുവിച്ചു എന്ന് നാം വായിച്ചു. अंधकार का वशा से, ഇരുട്ടിൽ നിന്ന്, जंजीरों से, ചങ്ങലകളിൽ നിന്ന്, सैतानिक पद्धतियों से പിശാചിന്റെ എല്ലാ യോജനകളിലും നിന്ന് आज भी प्रभु हमें छुड़ाने के लिए विश्वासी. ദൈവം ഇന്നും നമ്മെ വിടുവിക്കുവാൻ അവൻ വിശ്വാസയോഗ്യനാണ്. मैं विश्वास कर रहा हूँ आज अगर इस वचन बहुत प्रार्थना के साथ में हम सुनेगा तो ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ ദൈവവചനം നാം വളരെ പ്രാർത്ഥനയോടെ കേൾക്കുന്നുണ്ടെങ്കിൽ कुछ जंजीरों को प्रभु तोड़ने वाला है. ചില ബന്ധനങ്ങളെ ചങ്ങലകളെ ദൈവം നശിപ്പിക്കും, തകർക്കും. पवित्र आत्मा का ऐसे कुछ काम प्रकट होने वाला है. ദൈവ പരിശുദ്ധാത്മാവിന്റെ ചില പ്രവൃത്തികൾ അങ്ങനെ ഇവിടെ വെളിപ്പെടും. बहुत प्रार्थना के साथ में इस वचन को सुन लीजिए. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചാട്ടെ. अपना बच्चों जब आराधना कर रहा था तभी നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ആരാധിച്ചു കൊണ്ടിരുന്ന സമയത്ത് बार बार कहा एक बात है अभिषेक का बारे में. അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് एलीशा അഭിഷേകം. भविष्यद्वक्ता का समय में ഏലീശ പ്രവാചകന്റെ സമയത്ത് जितने बर्तनों लाए उन सारे बर्तनों भर गया. എത്ര പാത്രങ്ങൾ കൊണ്ടുവന്നോ ആ പാത്രങ്ങൾ എല്ലാം നിറയപ്പെട്ടു. हालेलुया. हालेलुया. अभिषेक का तेल के बारे में हम सुना. അഭിഷേകത്തിന്റെ എണ്ണയെ കുറിച്ച് നാം കേട്ടു. फिर वापस हम सुना നാം വീണ്ടും കേട്ടു जकरिया भविष्यद्वक्ता ने कहा दे സക്കരിയ പ്രവാചകൻ പറയുന്നത് ना बल से ना सेना से ബലത്താലല്ല സൈന്യത്താലുമല്ല मगर यहोवा का आत्मा का द्वारा പക്ഷേ യഹോവയുടെ ആത്മാവിനാൽ, by the spirit of God. പരിശുദ്ധാത്മാവിന്റെ ആത്മാവിനാൽ. धन्यवाद यीशु. हालेलुया. ആമേൻ. ഹല്ലേലൂയ. हर बंधनों खोलने वाला. എല്ലാ ബന്ധനങ്ങളും അഴിയും. क्या आप प्रार्थना करेगा बंधनों खुल जाने के लिए? നിങ്ങൾ പ്രാർത്ഥിക്കാമോ നമ്മുടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറട്ടെ? आज प्रभु का आत्मा अपने हाथ पेट को बांध के रखा, अपने प्रगति को बांध के रखा, वो सारे जंजीरों को खोलने वाला है. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയ്ക്കെതിരായിട്ട്, നമ്മുടെ നന്മകൾക്കെതിരായിട്ട് അവൻ കെട്ടിവെച്ച സകല ബന്ധനങ്ങളും ഇന്ന് അഴിയുവാനിടയാകും. काफी लोगों का जीवन में ചിലവരുടെ ജീവിതത്തിൽ अभी भी कुछ इलाकों को शत्रु बांध के रखा है. ഇന്നും ചില ഏരിയകളെ പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. शायद उस जंजीर आप देख नहीं सकते होगा, ചിലപ്പം ആ ചങ്ങല നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. लेकिन പക്ഷേ कुछ लोगों के जीवन में ചിലവരുടെ ജീവിതത്തിൽ वो कह रहे पास्टर मैं अनुभव कर रहा हूँ, അവർ പറയുന്നു പാസ്റ്ററെ എനിക്കത് അനുഭവിക്കാൻ मेरा സാധിക്കുന്നുണ്ട്. जीवन का कुछ इलाकों को शत्रु अभी भी बांध के रखा है. എന്റെ ജീവിതത്തിലെ ചില ഏരിയകളെ പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. क्योंकि शत्रु का काम കാരണം പിശാചിന്റെ പ്രവൃത്തി हालेलुया खाद डालना, नष्ट करना, കൊല്ലുവാനും മുടിപ്പാനും, ये अंधकार का शक्तियों का काम है. ഇത് പിശാചിന്റെ ഇരുട്ടിന്റെ ശക്തിയുടെ चोर പ്രവൃത്തിയാണ്. किस काम के लिए आते हैं? കള്ളൻ എന്തിനു വേണ്ടി വരുന്നു? चोरी करने के लिए, മോഷ്ടിക്കേണ്ടതിന്, खाद डालने के लिए, കൊല്ലുവാൻ വേണ്ടി, नष्ट करने के നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി. लिए.
चोर उसी काम के लिए आते हैं। കള്ളൻ അതിനു വേണ്ടിയാ വരുന്നത്. आपको जानते हैं നിങ്ങൾക്കറിയാമോ शैतान चोर പിശാച് अपना जीवन കള്ളൻ को भी चोरी करना चाहते हैं, നമ്മുടെ ജീവിതത്തെയും അവൻ മോഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. हमें भी बांधना चाहते നമ്മെയും കെട്ടിവെക്കുവാൻ ആഗ്രഹിക്കുന്നു. हैं। लेकिन यीशु आया, പക്ഷേ യേശു വന്നത് किस काम के लिए आया? എന്തിനാ വന്നത്? जीवन देने के लिए। ജീവൻ നൽകേണ്ടതിന്. यूहन्ना का पत्री में पहले पत्री में 3 अध्याय में लिखा 1 യോഹന്നാന്റെ 3 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, आया യേശു വന്നത് शैतान का कामों को खोलने के लिए। പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കേണ്ടതിന്. शैतान का काम क्या है? പിശാചിന്റെ പ്രവൃത്തികൾ എന്താ? बांधना। കെട്ടുക. यीशु का क्या काम है? യേശുവിന്റെ എന്താ പ്രവൃത്തി? खोलना। തുറക്കുക. तो आज सुबह प्रभु कुछ लोगों को खोलने वाला है, ഇന്ന് പകൽക്കാലം ദൈവം ചിലരെ തുറക്കാൻ उस പോകുകയാണ്. जंजीरों को खोलने वाला है। അവൻ ബന്ധനങ്ങളെ അഴിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. चोरी करने, घात हत्या करने यीशु आया जीवन देने, बहुतायत का जीवन देने। चोर आया चोरी करने, घात हत्या करने यीशु आया जीवन देने, बहुतायत का जीवन देने। तू आजा यीशु के पास, तुझे यीशु बुला रहा। तू आजा यीशु के पास, तुझे यीशु बुला रहा। यीशु बुला रहा। Jesus is calling you. यीशु बुला रहा। तेरा नाम ले ले हालेलुया। तुझे यीशु बुला रहा। तेरा नाम ले ले तुझे यीशु बुला रहा। धन्यवाद यीशु। शत्रु शैतान चोरी करने के लिए, खाद डालने के लिए, नष्ट करने के लिए आते हैं, പിശാച് വരുന്നത് മോഷ്ടിക്കുവാൻ വേണ്ടി, അറുക്കുവാൻ വേണ്ടി, കൊല്ലുവാൻ വേണ്ടി. लेकिन यीशु शैतान का बंधनों को खोलने के लिए आया। പക്ഷേ യേശു വന്നത് പിശാചിന് സകല ബന്ധനങ്ങളെയും आज അഴിക്കേണ്ടതിന്. सुबह अगर आप यीशु के पास आएगा तो ഇന്ന് പകൽക്കാലം നിങ്ങൾ യേശുവിന്റെ അടുക്കൽ കടന്നു വരുവാണെങ്കിൽ आपका कुछ बंधनों को यीशु खोलने वाला നിങ്ങളുടെ ചില ബന്ധനങ്ങളെ യേശു കർത്താവ് അഴിക്കും. है। कैसे पता है आपको? आपके पास आपके जीवन में एक बंधन है। നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധനങ്ങളുണ്ട്? कुछ लोगों का कामों को बांध के रखा है, ചിലരുടെ പ്രവൃത്തികളെ ബന്ധിച്ചു വെക്കും. बहुत मेहनत करने का बावजूद भी ഒത്തിരി അധ്വാനിച്ചതിന് ശേഷവും उसका रिजल्ट नहीं आ रहा। അതിന് റിസൾട്ട് ലഭിക്കുന്നില്ല. जीवन का प्रगति को बंद करके रखा है, ജീവിതത്തിന്റെ ഉന്നതകളെ, ഉയർച്ചകളെ ബന്ധിച്ചു परिवार വെക്കും. का आनंद को बांध के रखा है, കുടുംബത്തിലെ സന്തോഷത്തെ ബന്ധിച്ചു വെക്കും. कुछ इलाकाओं को बांध के रखा है। ചെറിയ ഏരിയകളെ ബന്ധിച്ചു വെക്കും. सिर्फ यीशु उस परिवार को छुड़ा सकते हैं। യേശുവിന് മാത്രമേ ആ കുടുംബത്തെ വിടുവിക്കുവാൻ मैं जानते कुछ സാധിക്കത്തുള്ളൂ. परिवारों का अवस्था में जानते, എനിക്കറിയാം ചില കുടുംബങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. हालेलुया। कुछ परिवारों का अवस्था में ചില जानते। കുടുംബങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. ऐसे नहीं है वो आगे बढ़ने का आशा नहीं रखा है, അവർക്ക് മുമ്പോട്ട് വളരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, बहुत कोशिश भी किया है, ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. लेकिन പക്ഷേ कुछ न तो कुछ उनको रुका के रखा है, എന്തെങ്കിലും അവരെ തടഞ്ഞു उनको നിർത്തുകയാണ്, रोक के रखा है। അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. सब लोग ध्यान से सुन रहे हैं ना? എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടാട്ടെ. जब तक आप उस रुकावट का शक्ति को, उस बंधन को नहीं तोड़ेगा, എന്ന് വരെ നിങ്ങൾ ആ ബന്ധനത്തിനെ, അതിന്റെ ആ ശക്തിയെ അഴിച്ചു കളയത്തില്ലയോ, आपका मेहनत व्यर्थ में जाने वाला है। നിങ്ങളുടെ അധ്വാനം വ്യർത്ഥമായി പോകും. अभी समझ लीजिए, മനസ്സിലാക്കുക. आपका खेती में आप क्या करते? हालेलुया, काम करते, खेती करते, നിങ്ങളുടെ വയലിൽ നിങ്ങൾ അധ്വാനിക്കുന്നു, आपका बीज बो रहे आप, നിങ്ങൾ അവിടെ വിത്ത് വിതയ്ക്കുന്നു. लेकिन आपको जानता ही नहीं है, रात को कोई आके उसको क्या कर रहे,
चोरी करके लेके जा रहे हैं। പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ ആ രാത്രി വന്ന് കള്ളന്മാർ വന്ന് അതിനെ വിതച്ചതിനെ ना तो कोई മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, जंगली जानवर आके उसको काट के नष्ट करके चला। അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ വന്ന് അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് പോകുന്നു. अपना गांव में आजकल जंगली सुअरों बहुत है। ഞങ്ങളുടെ നാടുകളിൽ ഇപ്പോൾ ഒരുപാട് കാട്ട് പന്നികൾ ഒരുപാടുണ്ട്. केरला का एक अच्छा मतलब शतक देशों में जंगली जानवरों के बहुत नुकसान पहुंचाते हैं। കേരളത്തിലെ നല്ല ശതമാനം ദേശങ്ങളിലും ഈ കാട്ടുമൃഗങ്ങൾ വന്ന് സസ്യങ്ങളെ അത് നഷ്ടപ്പെടുത്താറുണ്ട്. चीता हो, शेर हो, जंगली हाथी, फिर जो क्या बोलते हैं बफलो, जंगली जो सांड बोलते हैं ना, हालेलुया, बहुत नुकसान करते हैं। കാട്ടുപൂത്തുകൾ, കാട്ട് ആനകൾ, കാട്ടുപന്നികൾ, അങ്ങനെ ഒരുപാട് കാട്ടുമൃഗങ്ങൾ. 4-5 क्या बोलते हैं टाइगर साथ में आए एक जगह में, 4-5 ടൈഗേഴ്സ് ഒരുമിച്ച് ഒരു ദേശത്ത് ഇറങ്ങി और വന്നു. कुछ जगहों में जंगली सुकर आके क्या करते हैं पूरा खेती को नष्ट करके चला जाता ചിലയിടത്ത് കാട്ടുപന്നികൾ വന്ന് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പോകും. है। इसलिए क्या ना खेती करने के लिए लोग डरते हैं, അതുകൊണ്ട് കൃഷി ചെയ്യുവാൻ അവർ ഭയപ്പെടുന്നു. जमीन को खाली रखा है क्योंकि कुछ मिलेगा नहीं। അവരവർ വസ്തുക്കളെ വെറുതെ ഇട്ടേക്കോ, കാരണം ഒന്നും ലഭിക്കത്തില്ല. बहुत मेहनत कर रहे, ഒരുപാട് അധ്വാനിക്കുന്നു, लेकिन रात को कुछ आके उसको नष्ट करके जाए। പക്ഷെ രാത്രി എന്തോ വന്ന് അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് പോകുന്നു. सीसीटीवी लगाया CCTV ക്യാമറ तो വെച്ചു. पता मिला कौन ये काम कर रहे हैं। അതുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു ആരാ ഇത് हमें भी പ്രവർത്തിക്കുന്നത്. इस दिनों में थोड़ा सीसीटीवी लगाना है। അതുകൊണ്ട് നമുക്കും ഈ ദിവസങ്ങൾ CCTV വെക്കണം. आपका जीवन में നിങ്ങളുടെ ജീവിതത്തിൽ आज तक जो नुकसानों कौन लाया, ഇന്ന് വരെ കൊണ്ടുവന്ന നഷ്ടങ്ങൾ അത് എവിടെ നിന്ന് उसको വന്നു, पहचान लेना है। അതിന് മനസ്സിലാക്കണം. सही है ना? ശരിയല്ല? अरे आप ऐसे बैठ के बोल रहे प्रभु मुझे चंगाई दे दो, छुटकारा दे दो, मेरे परिवार को शांति दे दो, बहुत मेहनत कर रहे, बहुत प्रार्थना कर रहे, लेकिन आज तक जीवन में कुछ प्रगति नहीं है। നാം ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എനിക്ക് സൗഖ്യം വേണം, എനിക്ക് വിടുതൽ വേണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ നമുക്ക് ഒരു സൗഖ്യം ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. इस दिनों में उस चोर को पकड़ना है। ഈ ദിവസങ്ങളിൽ നാം ആ കള്ളനെ പിടിക്കണം. उस चोर को पकड़ना ആ കള്ളനെ പിടിക്കണം. ആമേൻ, ഹല്ലേലൂയ. मैं आत्मा में जानता हूँ आपका कुछ परिवारों में परंपरा से कुछ चोर घुस के काम कर रहे हैं। ഞാൻ ആത്മാവിൽ കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില ജീവിതങ്ങളിൽ जो आपका दादाजी का समय में दादाजी का आशीषों को नष्ट किया, പാരമ്പര്യമായ ചില ശക്തികൾ നിങ്ങളുടെ പൂർവ്വജന്മാരുടെ आपका माता पिता അനുഗ്രഹങ്ങൾ का आशीषों को नष्ट നഷ്ടപ്പെടുത്തി, किया, നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തെ आज का നഷ്ടപ്പെടുത്തി, जमाना में आपका आशीषों को भी नष्ट करने के लिए कोशिश कर ഈ रहे हैं। കാലഘട്ടത്തിൽ നിങ്ങളുടെ അനുഗ്രഹത്തെയും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. वो हाल उस चोर को हमें पकड़ना है। ആ കള്ളനെ നമുക്ക് പിടിക്കണം. चोर आया चोरी करने, घात हत्या करने, साथ में गाइए, चोर आया चोरी करने, घात हत्या करने, यीशु आया जीवन देने, यीशु का जीवन, बहुतायत का जीवन देने, उस भरपूर जीवन, उस बहुतायत का जीवन, यीशु आया जीवन देने, ओ हालेलुया, बहुतायत का जीवन देने, के लावा शखना तू आजा यीशु आदल पंक्ष के कामन रगदल कटक पास, तुझे यीशु बुला रहा, तू आजा यीशु के पास, तुझे यीशु बुला रहा, यीशु बुला रहा, यीशु बुला रहा, तेरा नाम ले लेकर, ओ माय जीसस, तुझे यीशु बुला ओ हाशल केना रमशल कामना, तेरा नाम ले लेकर, तुझे यीशु बुला रहा। Jesus is calling out your name. യേശു നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുകയാണ്. यीशु आपका नाम लेकर आपको पुकार रहे യേശു हैं। നിങ്ങളുടെ പേര് ചൊല്ലി നിങ്ങളെ വിളിക്കുകയാണ്. यीशु कह रहे मेरे पास आ जाओ, യേശു പറയുക എന്റെ അടുക്കൽ उस विषय में मैं तुझे छुटकारा दूंगा, ആ വിഷയത്തിൽ ഞാൻ നിനക്ക് വിടുതൽ നൽകാം. हो मैं तुझे विश्राम दूंगा। ഞാൻ നിനക്ക് വിശ്രാമം Come to നൽകാം. Jesus, യേശുവിങ്കലേക്ക് He is going to കടന്നു വാ. deliver you. वो तुझे छुड़ाएगा. प्रभु का आत्मा मुझे कह रहे
പരിശുദ്ധാത്മാവ് ഇപ്രകാരം काफी പറയുന്നു. पीढ़ियों से ജനറേഷൻ തലമുറയായി अंधकार का ताकतों काम करने वाले कुछ परिवारों के अंदर ഇരുട്ടിന്റെ ശക്തികൾ പ്രവർത്തിക്കുന്ന ചില കുടുംബങ്ങളുടെ ഉള്ളിൽ आज प्रभु का आत्मा का एक कार्य प्रकट होने दीजिए. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ നടക്കട്ടെ. जो आपका बाप दादाओं को नष्ट किया, നിങ്ങളുടെ പൂർവജന്മാരെ നഷ്ടപ്പെടുത്തി, आपका माता पिता का विरुद्ध में लड़ा, നിങ്ങളുടെ മാതാപിതാവിന്റെ വിരോധമായി इस യുദ്ധങ്ങൾ जमाना ചെയ്തു. में आपके विरुद्ध में भी लड़ा. ഈ കാലഘട്ടത്തിൽ നിങ്ങളോടും അവൻ യുദ്ധം ചെയ്യുന്നു. हालेलुया. हालेलुया. इस पीढ़ी में ഈ യുഗത്തിൽ ഈ തലമുറയിൽ उस चोर को पकड़ना है. ആ കള്ളനെ പിടിക്കണം. इस पीढ़ी में ഈ യുഗത്തിൽ आपको पहचान लेना है നമുക്ക് മനസ്സിലാക്കണം किस कारण से आपका आशीष रुक गया, എന്ത് കാരണത്താലാണ് എന്റെ അനുഗ്രഹം किस നിന്നുപോയത്, कारण से आपका प्रगति रुक എന്ത് गया, കാരണം കൊണ്ടാണ് എന്റെ അനുഗ്രഹം നിന്നുപോയത്, आपका हाथ पैर को क्या बांध के रखा है. നിങ്ങളുടെ കൈ കാലുകളെ എന്താണ് കെട്ടിവെച്ചിരിക്കുന്നത്. आज आराधना का शुरुआत में प्रभु का आत्मा मुझे कहा, ആരാധനയുടെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് आज ഇപ്രകാരം कुछ പറഞ്ഞു, जंजीरों को मैं खोलने ഇന്ന് वाला ചില ബന്ധനങ്ങളെ ഞാൻ അഴിക്കും. हूं. कुछ जंजीरों को खोलने वाला हूं. ചില ബന്ധനങ്ങളെ അവൻ അഴിക്കും. कुछ चोर को हम पकड़ने वाला ചില കള്ളന്മാരെ നാം പിടിക്കും. जो अपना जीवन में हमेशा नुकसान लाते हैं. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടം पवित्र തകർച്ചകൾ आत्मा कह കൊണ്ടുവരുന്നത് रहे, Holy Spirit is guiding പരിശുദ്ധാത്മാവ് me to പറയുന്നു. say, there is some families, कुछ ऐसे परिवार है हालेलुया, बहुत मेहनत करने के बावजूद भी प्रगति नहीं है. ഒത്തിരി അധ്വാനിച്ചിട്ടും അവർക്കൊന്നും ലഭിക്കുന്നില്ല. समाज कह रहे, സൊസൈറ്റി പറയുന്നു तेरा परिवार एक श्रापित परिवार है. നിന്റെ കുടുംബം ഒരു ശപിക്കപ്പെട്ട समाज കുടുംബമാണ്. कह रहे, സൊസൈറ്റി ഇങ്ങനെ പറയുന്നു ओ एक बढ़ोतरी नहीं है वैसे परिवार है. ഒരു നന്മയും കാണാൻ സാധിക്കാത്ത ഒരു കുടുംബം. ഒരു ഉയർച്ചയില്ലാത്ത കുടുംബം. ഹല്ലേലൂയ. हालेलुया. യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ अगर यीशु आपके जीवन में है तो കുടുംബത്തെ ഒരു അനുഗ്രഹമാക്കാൻ तो പോകുന്നു. आपके परिवार को वो आशीषित बनाने जा रहा है. नसरत जो गांव का हालेलुया विशेषता क्या था मालूम है? നസ്രേത്ത് ഗ്രാമത്തിലെ വിശേഷത എന്തായിരുന്നു? नसरत का बारे में दुनिया इसे कहते था. നസ്രേത്തിനെ പറ്റി ലോകം ഇങ്ങനെ क्या പറയുമായിരുന്നു, नसरत से कोई फलाई आने वाला है? നസ്രേത്തിൽ നിന്ന് നമുക്ക് നന്മ വരുമോ? No chance. ഒരു വഴിയുമില്ല. नथनएल ने पूछा, നഥനയേൽ ചോദിച്ചു, क्या नसरत से कुछ फलाई आने वाला है? നസ്രേത്ത് നിന്ന് വല്ല നന്മയും ഞങ്ങൾക്ക് വരുമോ? फिलिपोस ने कहा, ഫിലിപ്പോസ് പറഞ്ഞു, आके देखो. വന്നു കാൺമീൻ. अभी का नसरत पहले का नसरत नहीं है. ഇപ്പോഴത്തെ നസ്രേത്ത് ആദ്യത്തെ നസ്രേത്ത് അല്ല. अभी का नसरत में ഇപ്പോഴത്തെ നസ്രേത്തിൽ कोई है ആരോ ഉണ്ട്, जिसका नाम है यीशु नासरी. അവന്റെ നാമമാകുന്നു യേശു എന്ന നാമം. पहले का नसरत में ആദ്യത്തെ നസ്രേത്തിൽ यीशु नहीं था, യേശു लेकिन ഇല്ലായിരുന്നു. आज का नसरत में പക്ഷെ ഇപ്പോഴത്തെ നസ്രേത്തിൽ कोई है ഒരുവനുണ്ട്, जो शैतान का कामों को खोलने के लिए आया. कोई है പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്ന ഒരുവനുണ്ട്. യേശു ഉള്ള നസ്രത്ത്. जहां पर यीशु അതൊരു है, वो അത്ഭുതമാ. नसरत, वो नसरत का अद्भुत ഇന്ന് है. പകൽക്കാലം ദൈവാത്മ പറയുന്നു, आज के इस वक्त पवित्र आत्मा कह നിന്റെ रही है, കുടുംബത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ आपके परिवार के अंदर अगर यीशु है, പാരമ്പര്യമായിട്ടുള്ള ശാപങ്ങൾ നിന്റെ കുടുംബം हर വിട്ടുപോകും. प्रकार की पारंपरिक श्राप आपके परिवार काफी छोड़कर पीढ़ियों चली से जो जाएगी. मेहनत करके नष्ट हो गया, कोई आशीष नहीं मिला, नुकसान हो गया, उस परिवार में यीशु का एक चमत्कार होने वाला है. തലമുറകളായി അധ്വാനിച്ചിട്ടും ഒരു ഉയർച്ചയും ഒരു നന്മയും കാണുവാൻ സാധിക്കുന്ന കുടുംബങ്ങളെ യേശു വന്നാൽ അവിടെ വിടുതൽ സംഭവിക്കും. आज पूछना है, നിങ്ങൾ ഇത് ചോദിക്കുക, कौन चोरी करने के लिए मेरा परिवार में घुसा? ആരാ എന്റെ ജീവിതത്തിൽ മോഷ്ടിക്കാൻ കയറി मैंने വരുന്നത്? कल का एक मीटिंग में मैंने कहा, ഞാൻ ഇന്നലെ ഒരു മീറ്റിംഗിൽ പറഞ്ഞു, एक परमेश्वर दास के साथ में मैं शनिवार सुबह इंटरव्यू रखा था. ഒരു ദൈവദാസനുമായി ഞാൻ ഒരു ഇന്റർവ്യൂ വെച്ചു. भारत का मिशंस में बहुत बड़ा एक संस्था का हालेलुया डायरेक्टर है. ഇന്ത്യൻ മിഷൻസിന്റെ വലിയൊരു ഓർഗനൈസേഷന്റെ ഒരു हजारों ഡയറക്ടറാണ്. कलीसियों में उनके साथ 1000 സഭകളുണ്ട്. ആയിരക്കണക്കിന് हालेलुया. और भारत का हर स्टेट में बाइबल कॉलेज, अनाथ आश्रम जैसे बहुत कामों करने के लिए प्रभु उपयोग करने वाले एक परमेश्वर. ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റുകളിലും അനാഥാശ്രയങ്ങൾ, ബൈബിൾ കോളേജസ്, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. उन्होंने क्या कहा मालूम है? ആ വ്യക്തി उसका പ്രകാരം सवाल പറഞ്ഞു, का उसका इंटरव्यू का शुरुआत में कहा, ഇന്റർവ്യൂയുടെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, मेरा परिवार ऐसे एक परिवार था, എൻ്റെ കുടുംബം ഇങ്ങനെയുള്ളൊരു കുടുംബമായിരുന്നു. बेवड़ा लोगों का परिवार, ഭ്രാന്തന്മാരുടെ കുടുംബം, കള്ളുകൂടിയന്മാരുടെ കുടുംബം. मेरा परिवार ऐसे एक परिवार था, എൻ്റെ കുടുംബം ഇങ്ങനൊരു കുടുംബമായിരുന്നു. शैतानिक सामर्थ्यों से, दुष्ट आत्मा से ग्रसित लोगों का परिवार. ദുഷ്ടപിശാചുമായി ബന്ധിക്കപ്പെട്ട ചില വ്യക്തികൾ നിറഞ്ഞ കുടുംബം. मेरा परिवार ऐसे एक परिवार था, എൻ്റെ കുടുംബം ഇങ്ങനെയുള്ളൊരു കുടുംബമായിരുന്നു. मानसिक रूप में बीमार लोगों का परिवार. മാനസികമായി വിഭ്രാന്തി ഉള്ളവർ ഉള്ള ഒരു കുടുംബമായിരുന്നു. अगर मैं यीशु को स्वीकार नहीं करते तो ഞാൻ യേശുവിനെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ
आज मैं इधर नहीं बैठने वाला. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. Oh my God. ഹല്ലേലൂയ. मैं आपको कहना चाहता हूँ. ഞാൻ നിങ്ങളോട് പറയുവാൻ इसे ആഗ്രഹിക്കുന്നു. परमेश्वर के दासों का जीवन का स्टोरी क्या है मालूम है? അങ്ങനെ ഓരോ ദേവദാസന്മാരുടെയും ऐसे ജീവിതത്തിലെ श्रापित കഥ परिवारों എന്താണെന്നറിയാമോ? ചില ശപിക്കപ്പെട്ട यीशु ने കുടുംബങ്ങളിൽ उसको നിന്ന് चुन के बाहर लाया. യേശു അവരെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. जब उन्होंने उद्धार पाया, അവൻ രക്ഷിക്കപ്പെട്ടു. यीशु को स्वीकार किया. യേശുവിനെ സ്വീകരിച്ചു. हालेलुया. ഹല്ലേലൂയ. केरला में कोटारकरा में वेंगूर करके जगह है. കേരളത്തിൽ കൊട്ടാരക്കൽ വേമൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് वेंगूर का एक जुना ऑर्थोडॉक्स परिवार से हालेलुया विश्वास में आए परमेश्वर का दास है. വേണ്ടൂർ ഒരു കുടുംബത്തിൽ നിന്ന് ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന उसको घर से ദേവദാസൻ निकाल दिया. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. मालूम है आपको? അറിയാമോ? उसको घर से निकाल दिया. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. किस कारण से? എന്തുകൊണ്ട്? वो बच्चा यीशु को पीछा किया इस कारण से. ആ കുഞ്ഞ് യേശുവിനെ അനുഗമിച്ചതുകൊണ്ട്. पढ़ाई करने का समय था. പഠിക്കുന്ന സമയത്ത് सिर्फ 19 साल का था. 19 വയസ്സുള്ളപ്പോൾ फिर कोई लॉज में जाकर रह के पढ़ाई कंप्लीट किया. പിന്നെ ഏതോ ഒരു ലോഡ്ജിൽ പോയി നിന്ന് പഠിത്തം बच्चों പൂർത്തീകരിച്ചു. को ट्यूशन ले रहा था, वैसे इनकम कमा के उन्होंने पढ़ाई कंप्लीट किया. കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ട് ഇൻകം ഉണ്ടാക്കി അങ്ങനെ ആ വ്യക്തി പഠിച്ചു एक बात आपको कहना चाहता हूं. ഒരു കാര്യം കൂടി ഞാൻ പറയുവാൻ हालेलुया. ആഗ്രഹിക്കുന്നു. यीशु का हाथ पकड़ा, യേശുവിന്റെ കരം പിടിച്ചു, घर से निकाल दिया. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. लेकिन आपको जानते हैं, നിങ്ങൾക്കറിയാമോ? उस परिवार पूरा आशीषित हो गया. ആ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടു. उसका भाइयों सब परमेश्वर का दासन बन गया. എല്ലാ സഹോദരന്മാരെല്ലാം ദേവദാസന്മാരായി മാറി. चोर आया चोरी करने के लिए, കള്ളൻ വരുന്നത് മോടിപ്പാനും മോഷ്ടിക്കുവാനും വേണ്ടി, घात डालने के लिए, नष्ट करने के लिए. കൊല്ലുവാൻ വേണ്ടി. लेकिन यीशु आया പക്ഷേ യേശു വന്നത് अपना बंधनों को खोलने के लिए. നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കേണ്ടതിന്. क्या आपका जीवन में ऐसे कुछ बंधन है तो നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധനങ്ങൾ आज ഉണ്ടെങ്കിൽ आपको उस चोर को पकड़ना है. ഇന്ന് നിങ്ങൾ ആ കള്ളനെ പിടിക്കണം. काफी अनुभव बोलने के लिए. അനേക അനുഭവങ്ങൾ പറയുവാനുണ്ട്. मेरा जीवन का एक अनुभव में बताएगा. എൻ്റെ ജീവിത അനുഭവം ഞാൻ പറയാം. मेरा हाल काफी परंपरा से मेरा परिवार का विरुद्ध में, खानदान का विरुद्ध में लड़ने वाला शक्ति होता. പാരമ്പര്യമായി യുദ്ധം ചെയ്യുന്ന പോരാട്ടമുള്ള ഒരു പിശാചി ശക്തി ഉണ്ടായിരുന്നു. काफी परंपरा, काफी पीढ़ी से लड़ने वाला शक्ति होता. അനേക പാരമ്പര്യങ്ങളായി നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരു ശക്തികൾ. सब कुछ बोलने के लिए समय नहीं है. അതെല്ലാം പറയുവാൻ സമയമില്ല. पीढ़ी पीढ़ी तक. തലമുറ തലമുറയായി. डानी 14 पीढ़ी है. ഡാനി 4ാമത്തെ പീടിയാകുന്നു, തലമുറയാണ്. डानी का जन्म होने से पहले ഡാനി ജനിക്കുന്നതിന് മുൻപ് हमें प्रभु का आत्मा ये समझ आया, ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, इस पीढ़ी में उसको ब्रेक करना है. ഈ തലമുറയിൽ അത് ബ്രേക്ക് ചെയ്യണം. अगले पीढ़ी में जाना नहीं. അടുത്ത തലമുറ അത് പോകരുത്. धन्यवाद यीशु. ആമേൻ. ഹല്ലേലൂയ. इस ഹല്ലേലൂയ. पीढ़ी में उसको फुल स्टॉप डालना है. ഈ തലമുറയിൽ തന്നെ पिछले അതിനെ 4 full पीढ़ी stop अपने ഇടണം. परिवार में काम किया उस अंधकार को. കഴിഞ്ഞ 4 തലമുറ വരെ പ്രവർത്തിച്ച അന്ധകാര ശക്തികളെ. हालेलुया. ഹല്ലേലൂയ. मेरे परिवार में, എൻ്റെ കുടുംബത്തിൽ, मेरे दादाजी का पीढ़ी में എൻ്റെ അപ്പച്ചൻ്റെ തലമുറയിൽ काफी लोग लकवा मारा था. അനേകർക്ക് സ്ട്രോക്ക് വന്നായിരുന്നു. हालेलुया. തളർന്നുപോയി अलग अलग कारण से. പല പല രീതിയിൽ. मेरे दादाजी के एक छोटा भाई എൻ്റെ അപ്പച്ചൻ്റെ ചെറിയ സഹോദരൻ लकवा मार के रास्ता में गिरा. പാരലൈസ്ഡ് ആയി റോഡിൽ വീണു. शादी भी नहीं किया था. കല്യാണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. मेरा पापा लकवा मारा. എൻ്റെ പിതാവിന് പാരലൈസ്ഡ് ആയി. हमेशा शैतान मुझे कहते था, പിശാച് എപ്പോഴും എന്നോട് जब പറയുമായിരുന്നു, तुम्हें 35 साल होगा ना, നിനക്ക് 35 വയസ്സാകുമ്പം तुम भी लकवा मारने वाला है. നിനക്കും പാരലൈസ്ഡ് സംഭവിക്കും. मेरा अंदर शैतान कहते हैं 35 साल में तुझे भी मैं गिराएगा. പിശാച് എന്നോട് പറയും, 35 വയസ്സാകുമ്പോൾ നിന്നെ ഞാൻ വീഴ്ത്തും. एक उपवास प्रार्थना हो रहा था. ഒരു ഉപവാസ പ്രാർത്ഥന उस നടക്കുകയായിരുന്നു. प्रार्थना का बीच में ആ ഉപവാസ पवित्र പ്രാർത്ഥനയിൽ आत्मा का भरपूरी में मैंने डांटा. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ശാസിച്ചു. हालेलुया. परमेश्वर का एक दास केरला से आया था. ദേവദാസൻ കേരളത്തിൽ നിന്ന് उन्होंने वचन दे रहे थे, प्रभु का आत्मा मुझे कहा उस वचन को स्वीकार करके उछल के खुद के आराधना ആ करो. ദേവദാസൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മ പറഞ്ഞു, ആ വചനം സ്വീകരിച്ച് जब परमेश्वर का वचन से प्रभु आपसे बात करेगा, ദൈവവചനം നിങ്ങളോട് സംസാരിക്കും. आपको चुपचाप रहना नहीं. നിങ്ങൾ മിണ്ടാതെ अगर ഇരിക്കരുത്. आपको इस वचन से प्रभु बात कर रहे, ദൈവം ഈ വചനം നിങ്ങൾ उस वचन को स्वीकार करके സംസാരിക്കുന്നുണ്ടെങ്കിൽ उछल के ആ വചനം खुद നിങ്ങൾ के उस സ്വീകരിച്ച് जंजीर को आपको तोड़ना है. ചാടി തുള്ളി ആരാധിച്ച് ആ ബന്ധനങ്ങളെ നിങ്ങൾ തന്നെ അഴിക്കണം. मैंने ऐसे उछल के आराधना की. ഞാൻ അതുപോലെ ചാടി अभी मेरा ആരാധിച്ചു. लगभग 35 साल था. എനിക്ക് ആ സമയം 35 मैं വയസ്സായിരുന്നു. विश्वास करो उस दिन उस बंधन टूट गया. ഞാൻ വിശ്വസിക്കുന്നു ആ ദിവസം ആ ओ ബന്ധനം उस दिन അഴിഞ്ഞു. बंधन टूट गया. ആ ദിവസം ആ ബന്ധനം उस दिन അഴിഞ്ഞു. बंधन टूट गया. ആ ദിവസം ആ ബന്ധനം അഴിഞ്ഞു. हम गाते हैं ना, जीवन मिलया मिलया आशीष, जीवन मिलया मिलया आशीष. डरी
बरकत आई आई है खुदा जीवन मिलया मिलया आशीष ठहरी ठहरी बरकत आई आई है खुदा ओ बंधन टूटे टूटे गम भी छूटे छूटे आंसू सूखे सूखे खुदा ओ बंधन टूटे टूटे गम भी सूखे सूखे आंसू सूखे सूखे खुदा हालेलुया जीवन मिलया मिलया आशीष ठहरी ठहरी बरकत आई आई है खुदा जीवन मिलया मिलया आशीष ठहरी ठहरी बरकत आई आई है खुदा हालेलुया ഹല്ലേലൂയ. मैं आज स्वामी का कहा आज ज्यादा मेहनत करना पड़ेगा ഞാൻ സാമിയോട് പറഞ്ഞു ഇന്ന് ഇച്ചിരി അധികം जैसे वचन അധ്വാനിക്കേണ്ടി बोलने से വരും. मैंने उनका कान में कहा आज ज्यादा मेहनत करना ഞാൻ पड़ेगा വചനം പറയുന്ന മുമ്പേ പറഞ്ഞു ഇച്ചിരി അതിന് आज आप लोगों का सपोर्ट मुझे चाहिए എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇന്ന് വേണം. बोलिए ना बंधन टूटने वाला है പറഞ്ഞാട്ടെ നമ്മുടെ ബന്ധനം जीवन മാറില്ല. मिलने वाला है ജീവൻ ലഭിക്കാൻ बहदायकता से जीवन देने के लिए यीशु आया ആമേൻ ആമേൻ സമൃദ്ധിയുടെ ജീവൻ നൽകുവാൻ യേശു मैं വന്നിരിക്കുകയാണ്. उछल के खुद की आराधना की। ഞാൻ ചാടി തുള്ളി मैं ആരാധിച്ചു. विश्वास कर रहा हूँ उस दिन उस बंधन टूट गया ഞാൻ വിശ്വസിക്കുന്നു ആ ദിവസം എന്റെ हाँ, ബന്ധനം डानी കഴിഞ്ഞു. का कहानी बोल के मैंने आ रहा था ഡാനിയുടെ കഥ പറഞ്ഞു വരുമായിരുന്നു. पीढ़ी। നാലാമത്തെ मेरे തലമുറ. पापा एक दिन मुझे फोन करके कहा എന്റെ പിതാവ് എനിക്ക് ഫോൺ परमेश्वर के ചെയ്ത് वचन പറഞ്ഞു. के अनुसार ദൈവ अकॉर्डिंग टू द वर्ड ऑफ गॉड ദൈവവചനം അനുസരിച്ച് परमेश्वर के वचन के अनुसार ദൈവവചനം അനുസരിച്ച് 14 पीढ़ी നാലാമത്തെ बहुत बड़ी തലമുറ पीढ़ी है। No അധികാരമുള്ളതാണ്. case can withstand more than 4 generations. ഒരു ശാപങ്ങളും നാലാം തലമുറ കവിയുകയില്ല. That is biblical principle. അത് ദൈവവചനത്തിന്റെ ഒരു अगर പ്രിൻസിപ്പിൾ कोई ആണ്. परिवार के ऊपर एक हालेलुया परमेश्वर का क्रोध आया तो भी वो सिर्फ 4 पीढ़ी तक जाएगा, आशीष 1000 पीढ़ी तक। ഏതെങ്കിലും കുടുംബത്തിൽ ദൈവശാപം വന്നാൽ 4 പീढ़ി തലമുറ വരെ पापा ने मुझे പോകത്തുള്ളൂ. कहा ദൈവം तेरा बेटा പറഞ്ഞു, 14 पीढ़ी है, നിന്റെ കുഞ്ഞ് നാലാം इस 14 തലമുറയാണ്. पीढ़ी में हमें उसको तोड़ना है, ഈ നാലാം തലമുറ ആകെ അതിനെ बढ़ के ബ്രേക്ക് नहीं ചെയ്യണം. देना है। അത് മുമ്പോട്ട് പോകാൻ അനുവദിക്കരുത്. मेरा पापा मम्मी गांव में बॉस में बैठा, എന്റെ അപ്പനും അമ്മയും നാട്ടിൽ हम ഉപവസിച്ചു. बॉम्बे में बॉस में बैठा, ഞങ്ങൾ മുംബൈയിൽ बॉस ഉപവസിച്ചു. प्रार्थना का लास्ट डे ഉപവാസ പ്രാർത്ഥനയുടെ അവസാന जिस ദിവസത്തിൽ कमरे में मैं प्रार्थना कर रहा था, पापा गांव में प्रार्थना कर रहे ഏത് മുറിയിലാണ് ഞാൻ ഇരുന്ന് थे, मैंने പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. अजीब से एक आवाज सुना, ഞാൻ ഒരു ശബ്ദം കേട്ടു. कुछ उठ के भाग रहे वैसे आवाज सुना। എന്തോ എണീറ്റ് ഓടുന്ന ഒരു സൗണ്ട് ഞാൻ 5 കേട്ടു. मिनट के अंदर मेरे पापा का फोन मुझे आया, 5 മിനിറ്റിനുള്ളിൽ എന്റെ പപ്പയുടെ पापा ने ഫോൺ मुझे വീണ്ടും पूछा വന്നു. उधर कुछ हुआ क्या? അവിടെ എന്തെങ്കിലും मैंने बोला സംഭവിച്ചോ? ऐसे कुछ अजीब से आवाज सुना। ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ पापा ने കേട്ടു. कहा इधर भी हो गया, പപ്പ പറഞ്ഞു अपना ഇവിടെയും घर का അത് सेंट्रल സംഭവിച്ചു. रूम से, अपना घर का सेंट्रल നമ്മുടെ रूम से വീടിന്റെ സെൻട്രൽ റൂമിൽ ऐसे നിന്ന് कुछ आवाज हम सुना, ഒരു ശബ്ദം ഞങ്ങൾ घर ഇങ്ങനെ छोड़ के കേട്ടു. कुछ निकल जा रहे, ആ വീട് വിട്ട് അത് ഓടിപ്പോകുന്നു. जैसे मधुमक्खियों साथ में उठ के जाएगा तो तेनीचे തേനീച്ചകൾ ഒന്നിച്ച് പോകുമ്പോൾ एक आवाज आते है, കേസായി ആവാസ് ऐसे अपने घर का सेंट्रल रूम से അങ്ങനെ ഒരു ശബ്ദം एक റൂമിന്റെ आवाज central सुना, ഒരു कुछ ശബ്ദം घर കേട്ടു. को छोड़ के जा रहे। ചിലത് വീട് വിട്ട് ओ ഓടിപ്പോകുന്നു. माय गॉड हालेलुया, ഹല്ലേലൂയ. यीशु आएगा तो, യേശു उपवास വരുവാണെങ്കിൽ और प्रार्थना में बैठेगा तो, ഉപവാസവും പ്രാർത്ഥനയിലും दिनों ആയിരിക്കുകയാണെങ്കിൽ में, ഈ ദിവസങ്ങളിൽ आज का आज ही ഇന്ന് തന്നെ पिछले काफी साल से आपका വർഷങ്ങളായി पीढ़ियों को बर्बाद करने वाला, നിങ്ങൾ തലമുറകളെ आपका നഷ്ടപ്പെടുത്തി तंदुरुस्ती को बर्बाद करने നിങ്ങളുടെ वाला ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന कुछ अंधकार का शक्तियों को ചില അന്ധകാര ശക്തികളെ प्रभु फुल स्टॉप डालने वाला है। ദൈവം അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ आपका जीवन में പോകുകയാണ്. प्रगति आएगा। നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വരും. हालेलुया, ഹല്ലേലൂയ. धन्यवाद यीशु। मैं एक व्यक्ति का अनुभव जानते हैं, ഞാനൊരു വ്യക്തിയുടെ അനുഭവം എനിക്കറിയാം. एक घर में काफी साल से ഒരു വീട്ടിൽ അനേക വർഷങ്ങളായി शैतान का बहुत बड़ा काम होता था, പിശാചിന്റെ വലിയ പ്രവൃത്തികൾ നടക്കുന്നു. ऐसे काफी साल से അനേക किसी വർഷങ്ങളായി को बताया नहीं। ആരോടും പറഞ്ഞില്ല. हालेलुया, लेकिन शैतान ने छोटा सा एक मिस्टेक किया। പക്ഷേ പിശാച് ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തു. एक दिन ഒരു ദിവസം मेरा नानी എൻ്റെ അമ്മച്ചി प्रार्थना के लिए जा रहा था, പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയായിരുന്നു. तो नानी ने घर का चाबी അമ്മച്ചി വീട്ടിലെ ചാബി
जो सैतानिक बंधन है उस घर में देके चला गया. ആ പിശാചിന്റെ ബന്ധനമുള്ള വീട്ടിൽ കൊടുത്തിട്ട് പോയി. हालेलुया. ഹല്ലേലൂയ. क्या हो गया मालूम है? എന്ത് പറ്റിയെന്ന് इस അറിയാമോ? घर से हमेशा शैतान कुछ ना तो कुछ गड़बड़ करते हैं. ഈ വീട്ടിൽ എപ്പോഴും പിശാച് എന്തെങ്കിലും घर പ്രവർത്തിക്കാറുണ്ട്. में जो सामान हो ऐसे ही गायब हो जाते. വീട്ടിലെ സാധനങ്ങൾക്ക് എങ്ങനെ ഇരുന്നാൽ അതങ്ങ് घर കാണാതെയാകും. का आगे से एक नालिया है. വീട്ടിൽ മുന്നിൽ നിന്നൊരു തോടുണ്ട്. कभी देखेगा ചിലപ്പം बच्चों का किताब उधर से बह के जा रहे. കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങൾ ആ നദി കൂടി ഒഴുകി പോകുന്നു. कभी देखेगा कपड़ा नदी से बह रहे. ചിലപ്പോൾ കാണുമ്പോൾ തുണികൾ ये कौन कर रहा है किसी को जानता नहीं है. പോകുന്നു. ആരാ ചെയ്യുന്നേന്ന് ആർക്കും हमें അറിയത്തില്ല. सीसीटीवी लगाना पड़ेगा. നമുക്ക് CCTV വെക്കേണ്ടി വരും हल चोर को पकड़ने के लिए. കള്ളനെ പിടിക്കേണ്ടതിന്. नानी ने उधर चाबी छोड़ के चला गया. അമ്മച്ചി ചാവി ആ വീട്ടിൽ കൊട്ടിട്ട് പോയി. प्रार्थना के बाद में आया तो പ്രാർത്ഥിച്ച് മടങ്ങി नानी വന്നപ്പോൾ का चाबी गायब. അമ്മച്ചിയുടെ ചാവി കാണുന്നില്ല. घर वाला വീട്ടുകാർ പറഞ്ഞു കേരള में सारा में നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. उन्होंने कहा कि बहन सारा माँ हमारे घर पे ऐसा एक मुश्किल है. ചാത്തൻ എടുത്തോണ്ട് പോകും. यहाँ पे कोई सामान रख दो तो शैतान उठाकर ले जाता है. ചാത്തൻ എന്ന് കേട്ടിട്ടില്ലേ? കുട്ടിച്ചാത്തൻ വന്നിട്ട് എടുത്തോണ്ട് പോകുന്നത്. तो जो शैतान है वो आकर लेकर जाता है. ഇപ്രാവശ്യം അബദ്ധം പറ്റി. इस बार एक गलती कर दिया उसने. പെന്തക്കോസുകാരിയുടെ ചാവിയാ. शैतान ने जो चुराया वो पेंटेकोस्त का चाबी है. എന്റെ ചാവി ഇപ്പോ ഇവിടെ കൊണ്ടു തരണം. अम्मची ने प्रार्थना की और कहा कि मेरा चाबी अभी मुझे इधर ला के देना. ചാവി തിരിച്ചു പ്രത്യക്ഷപ്പെട്ടു. जिधर रखा था उधर वो चाबी वापस मिला. സംഭവം ചെറുതാക്കാം. मैं शॉर्ट करके बताता हूँ. मेरा नाना नानी उस घर में उपवास और प्रार्थना के साथ में बैठा. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ആ വീട്ടിൽ ഉപവാസ जिस दिन പ്രാർത്ഥനയ്ക്കായിരുന്നു. बंधन टूटा എന്നാണോ ആ ബന്ധനം അഴിഞ്ഞത് നിങ്ങൾക്കറിയാമോ? उस दिन ആ ദിവസം पोस्टमैन പോസ്റ്റ്മാൻ एक बंडल किताब साथ में लाया. ഒരു ബണ്ടിൽ പുസ്തകങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നു. सॉरी चिट्ठी പത്രങ്ങൾ, एक letters. बंडल चिट्ठी साथ में लाया. ഒരു ബണ്ടിൽ ലെറ്റേഴ്സ് ഒരുമിച്ച് കൊണ്ടുവന്നു. काफी समय से लोग भेजा चिट्ठी अभी तक हाथ में पहुंचा नहीं. അനേക സമയങ്ങളായി അനേകർ അയച്ച ലെറ്റേഴ്സ് അവിടെ रुका ലഭിച്ചിട്ടില്ലായിരുന്നു. कर रखा था. അത് തടഞ്ഞു क्या ये हो നിർത്തിയിരിക്കുകയായിരുന്നു. सकते? ഇത് സംഭവിക്കുമോ? ये हो सकते? ഇങ്ങനെ സംഭവിക്കുമോ? कभी आपके इंटरव्यू के चिट्ठी आपके पास आएगा नहीं. ചിലപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂ ലെറ്റർ നിങ്ങളുടെ പക്കൽ വരത്തില്ല. कभी डेट के बाद में आएगा. ചിലപ്പോൾ ഡേറ്റ് क्या കഴിഞ്ഞായിരിക്കും आपके जीवन വരുന്നത്. में कभी ऐसे हुआ क्या? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? मैंने कल मीटिंग में कहा ഞാൻ ഇന്നലെ മീറ്റിംഗിൽ പറഞ്ഞു कुछ लोगों का जीवन में ചിലവരുടെ साल ജീവിതത്തിൽ पूरा मेहनत करेगा. വർഷം മുഴുവൻ അധ്വാനിക്കും. पढ़ाई करने वाला बच्चा साल पूरा मेहनत करेगा. പഠിക്കുന്ന കുഞ്ഞ് വർഷം മുഴുവൻ അധ്വാനിക്കും. हाँ एग्जाम का पहले का दिन എക്സാമിന്റെ ഒരു वो ദിവസം മുൻപ് हॉस्पिटल में एडमिट हो जाए. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. कौन किया है? ആരാ ചെയ്യുന്നത്? एक ही बार हुआ था तो इसका मतलब ऐसे ही हो गया कोई कोइंसिडेंस है. ഒരു പ്രാവശ്യമാ സംഭവിക്കുന്നെങ്കിൽ നമുക്ക് लेकिन हर साल coincidence होते ആണ് तो പറയാം. പക്ഷെ എല്ലാ വർഷവും സംഭവിക്കുന്നുവെങ്കിൽ मतलब അതിന്റെ അർത്ഥം कोई जंगली सुगर आपका खेती में घुस गया है. ഏതോ കാട്ടുമൃഗം നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. आपको प्रार्थना का जरिए पकड़ना है. നിങ്ങൾക്ക് പ്രാർത്ഥന What is മുഖാന്തരം stopping അതിനെ the പിടിക്കണം. blessing of your family? आपके आशीषों को क्या रोकती है? What kind of witchcraft is working, acting against you? किस प्रकार की जादू टोना आपके जीवन के विरोध में काम What करती kind है? of curse is standing against you? किस प्रकार की श्राप आपके जीवन के विरोध में खड़ी है? उसको तोड़ना है. അതിനെ നാം പൊട്ടിക്കണം. जब तोड़ेगा അതിനെ അഴിക്കുവാണെങ്കിൽ ऐसे आपका आशीषों शुरू हो जाएगा. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അവിടെ തുടങ്ങും. जो रिजर्वियर होते हैं ना, डैम होते हैं ना, डैम को जब खोलते कैसे पानी बाहर आते हैं वैसे ഡാം തുറക്കുമ്പം വെള്ളം എങ്ങനെയാണ് ഒഴുകി വരുന്നത്? मैं प्रार्थना कर रहा हूँ. ഞാൻ പ്രാർത്ഥിക്കുന്നു. काफी समयों से प्रगति नहीं है वैसे परिवारों में. അനേക സമയങ്ങളായിട്ട് ഉയർച്ചയില്ലാത്ത ചില पीढ़ी से अंधकार കുടുംബങ്ങളിൽ का शक्ति रोकने वाले परिवारों തല में തലമുറയായി നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന मैं കുടുംബങ്ങളെ प्रार्थना कर रहा हूँ. ഞാൻ പ്രാർത്ഥിക്കുന്നു. यीशु जब उस परिवार में आएगा യേശു ആ കുടുംബത്തിൽ കടന്നു ये വരുമ്പം आशीष होने दीजिए. ഈ അനുഗ്രഹം അവിടെ സംഭവിക്കട്ടെ. You have to break it. നിങ്ങൾക്ക് തന്നെ ബ്രേക്ക് I ചെയ്യണം. know number of आज इस वचन सुनने वाला काफी लोगों का जीवन എനിക്കറിയാം വചനം കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ छुटकारा का जरूरत ഈ ഒരു വിടുതലിന്റെ ആവശ്യമുണ്ട്. कुछ जंजीरों को तोड़ने का ചില जरूरत ബന്ധനങ്ങളെ അഴിക്കേണ്ട ആവശ്യമുണ്ട്. कुछ फाइनेंशियल विषय में ചില ഫിനാൻഷ്യൽ पीढ़ी तक दब्ध തലമുറയായി കടഭാരം कभी भी उसमें से बाहर नहीं आ सकते. ഒരിക്കലും അത് ഇത് പുറത്തു വരുവാൻ സാധിക്കാത്ത വിധം आज ब्रेक करो उसको. നിങ്ങൾ ഇന്ന് അതിനെ തകർത്താട്ടെ. कुछ फैमिली ब्लेसिंग पीढ़ी तक ചില ഫാമിലി അനുഗ്രഹങ്ങൾ തലമുറയായി उसको आज ब्रेक करो. അതിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്താട്ടെ. आपका फैमिली हिस्ट्री जरा स्टडी करके देखो. നിങ്ങൾ ഫാമിലി ഹിസ്റ്ററി ഒന്ന് If സ്റ്റഡി you ചെയ്ത് feel something നോക്കിയാട്ടെ. is repeating in your family, നിങ്ങൾ കുടുംബത്തിൽ എന്തെങ്കിലും in ആവർത്തിക്കുന്നുണ്ടെങ്കിൽ different generations same thing is happening, തലമുറയായിട്ട് സെയിം കാര്യങ്ങൾ you have to ആവർത്തിക്കുന്നുണ്ടെങ്കിൽ break that. നിങ്ങൾ അതിനെ ബ്രേക്ക് ना तो ചെയ്യണം. क्या होने वाला है,
അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? अगले साल वही होने वाला है, അടുത്ത വർഷം വീണ്ടും അത് वापस സംഭവിക്കും. कोशिश करेगा वही होने वाला है. വീണ്ടും ശ്രമിക്കും, പിന്നെ അത് തന്നെ इसलिए സംഭവിക്കും. अगले बार बीज बोने से पहले അതുകൊണ്ട് അടുത്ത വർഷം വിത്ത് आपको വിതയ്ക്കുന്നതിന് क्या മുൻപ് करना है? നിങ്ങൾക്ക് എന്തോ ചെയ്യണം? CCTV लगा के पकड़ना है कौन चोर है, CCTV വെച്ച് നിങ്ങൾ പിടിക്കണം ആരാണ് ആ കള്ളൻ. उसको भगाना है അവനെ ഓടിക്കണം. और खेती का चारों तरफ बाड़ा बनाना है. എന്നിട്ട് നിങ്ങളുടെ चोर को घुसने के लिए नहीं देना है. കള്ളനെ കയറുവാൻ അനുവദിക്കരുത്. മതിൽ കെട്ടി സൂക്ഷിക്കുക. आज कुछ बंधनों खोलने वाला. ഇന്ന് ചില ബന്ധനങ്ങൾ അഴിയും. प्रेरित पौलुस ने प्रेरितों 24वें अध्याय में कहा, അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ अंधकार का ഇപ്രകാരം वशा പറഞ്ഞു, से ഇരുട്ടിൽ നിന്ന് हालेलुया लोगों को बाहर लाने के लिए, മനുഷ്യരെ പുറത്തു अंधकार का കൊണ്ടുവരേണ്ടതിന്, वशा से लोगों को बाहर लाने के लिए, ഇരുട്ടിന്റെ ശക്തിയിൽ നിന്ന് മനുഷ്യരെ ओ, പുറത്തു अंधे കൊണ്ടുവരേണ്ടതിന്, आंखों को खोलने के लिए അടഞ്ഞ കണ്ണുകളെ തുറക്കേണ്ടതിന് प्रभु ने मुझे नियुक्त किया. കർത്താവ് എന്നെ मैं एक നിയമിച്ചിരിക്കുന്നു. बात बोलना चाहता हूं, ഞാൻ ഒരു കാര്യം പറയുവാൻ परमेश्वर आज का ആഗ്രഹിക്കുന്നു. जमाने में भी ദൈവം ഇന്നത്തെ ഈ ऐसे കാലഘട്ടത്തിൽ अभिषेक किया परमेश्वर का दासों में അങ്ങനെ അഭിഷേകം ചെയ്ത लोगों को ദേവദാസന്മാരുണ്ട്. छुड़ाने के लिए. മനുഷ്യരെ വിടുവിക്കേണ്ടതിന്. सुना ना आपने? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? आज के जमाने में भी ഇന്നത്തെ ഈ काफी കാലഘട്ടത്തിൽ आयतों बोलने के लिए मेरे मन में है, लेकिन मैं संक्षिप्त रूप में कहना चाहता हूं. ഒരുപാട് വാക്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ ഞാൻ അതിനെ ഷോർട്ട് ആക്കി इसी का പറയാം. भविष्यवक्ता की पुस्तक में काफी बार बताया एक बात है. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ഒരു വാക്യം ആവർത്തിച്ച देखो कारागृह में लोग पड़ाए, കാരാഗ്രഹത്തിൽ ജനം കിടക്കുന്നു. हालेलुया बंदी गृह में लोग पड़ाए, കാരാഗ്രഹത്തിൽ ജനം കിടക്കുന്നു. जंजीरों में पड़ाए, ചങ്ങലകളിൽ ജനം लेकिन കിടക്കുന്നു. कोई है नहीं है उसको बाहर लाने के. പക്ഷേ അവരെ പുറത്തു കൊണ്ടുവരുവാൻ ആരുമില്ല. हाँ, somebody should there to deliver that people. कोई न कोई तो वहां पर होना चाहिए कि Someone उन्हें should छुड़ाए. have the anointing किसी न किसी के पास to वो अभिषेक break that होना चाहिए shackles. कि उस बंधनों को खोल दे. कुछ लोगों के पास अधिकार होना चाहिए, ചിലരുടെ മുകളിലെങ്കിലും ആ അഭിഷേകം വേണം. अभिषेक होना चाहिए, वो अभिषेകം जंजीरों വേണം. को खोलने का अभिषेक. ബന്ധനങ്ങളെ അഴിക്കേണ്ട അഭിഷേകം. हालेलुया Hallelujah. पौलुस ने कहा, പൗലോസ് പറഞ്ഞു, मेरे ऊपर उस जो अधिकार प्रभु ने दिया है, എന്റെ മുകളിൽ ആ അഭിഷേകം अंधकार का वशा से लोगों को छुड़ाने के लिए. അന്ധകാരത്തിൽ നിന്ന് ഓരോ വ്യക്തികളെ വിടുവിക്കേണ്ടതിന്. शुरुआत में ही कहना चाहता ഞാൻ ആരംഭത്തിൽ പറയുവാൻ हूं, अपने बीच ആഗ്രഹിക്കുന്നു. में इसे परमेश्वर का बच्चा उठ के खड़ा होने നമ്മുടെ दीजिए. മധ്യത്തിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എണീറ്റ് നിൽക്കട്ടെ. जिसके पास अधिकार है अभिषेक है. അഭിഷേകത്തിന്റെ അധികാരവുമായി. हालेलुया. ഹല്ലേലൂയ. मामूली सेवका की इच्छा कोई भी मत रखो. ഒരു സാധാരണ ശുശ്രൂഷയുടെ ആരും ആഗ്രഹിക്കേണ്ട. If God ordained you, God called you. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ Have a ministry with authority. നിങ്ങൾ അധികാരമുള്ള ശുശ്രൂഷകൾ I will not say ചെയ്യുക. that all are called for the same purpose. നിങ്ങൾ ദൈവം വിളിച്ചതിന് I will not say that all are ഞാൻ called അങ്ങനെ for the പറയത്തില്ല. same मैं purpose. ये नहीं कहूंगा कि आप सबको एक ही उद्देश्य के साथ बुलाया लेकिन है. जो भी बुलावट आपके ऊपर, പക്ഷേ നിങ്ങളെ വിളിച്ച എന്ത് വിളി उस നിങ്ങളുടെ बुलावट മുകളിൽ में मामूली കിടപ്പുണ്ടോ बन के मत रहो. ആ വിളിയിൽ നിങ്ങൾ Stand സാധാരണക്കാരായി with authority. ജീവിക്കരുത്. അധികാരത്തോടെ Stand with നിൽക്കുക. authority. അധികാരത്തോടെ നിൽക്കുക. Stand with authority. അധികാരത്തോടെ ये मेरा मन നിൽക്കുക. के अंदर का बहुत बड़ा आशा है मेरा प्यारा. ഇത് എന്റെ ഉള്ളിലെ ഭയങ്കര आपने मेरा ആഗ്രഹമാണ്. मैसेजेस ध्यान दिया तो आपको मालूम है मैं बार-बार कहते हैं. നിങ്ങൾ എന്റെ മെസ്സേജ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് हमें इसे മനസ്സിലാക്കാൻ परमेश्वर ആവർത്തിച്ച് दासी दासों പറയാറുണ്ട്. हमें चाहिए इसे परमेश्वर दासी दासों चाहिए आज का जमाना में. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അനേക ദേവദാസൻ ദാസിമാർ വേണം. एक अंतिम जमाने का सेवकाई करने ഈ ഒരു അന്ത്യകാലത്തെ ശുശ്രൂഷ वाला. ऐसे ചെയ്യുന്നതിന് भविष्यवक्ता तो हमें चाहिए അങ്ങനത്തെ പ്രവാചകന്മാർ നമുക്ക് जो വേണം. अंजीर का एकदम बेस्ट फ्रूट बनने वाला. അത്തിവൃക്ഷത്തിന്റെ ഏറ്റവും ഉത്തമ हालेलुया. തലപ്പഴമാകേണ്ടതിന് ऐसे भविष्यवक्ता होने चाहिए. അങ്ങ് ഇങ്ങനത്തെ പ്രവാചകന്മാർ നമുക്ക് വേണം. हाँ, नाम बुला के आपको भविष्यवाणी देने वाला. പേര് വിളിച്ച് പ്രവചനം क्या പറയുന്നവർ. प्रभु नाम प्रकट करेगा? नहीं, ദൈവം നിങ്ങളുടെ പേര് വെളിപ്പെടുത്തത്തില്ലയോ? जरूर प्रकट करेगा. വെളിപ്പെടുത്തും. जरूर प्रकट करेगा. വെളിപ്പെടുത്തും. प्रभुकात्मा आज मैंने इधर वचन दे रहा था, प्रभुकात्मा मेरे अंदर एक नाम दिया एंटनी. हालेलुया. ഈ വചനം പറഞ്ഞ ദൈവാത്മാവ് എനിക്കൊരു പേര് തന്നു, ആന്റണി. वो ये कलीसिया का लोग नहीं होगा, അത് ഈ സഭയിലുള്ള ना तो आपका ആൾക്കാരായിരിക്കത്തില്ല. माता पिता किसी का नाम होगा. നിങ്ങളുടെ മാതാപിതാക്കൾ प्रभुकात्मा ആരുടെയും मुझे പേര്. कहा एंटनी का जीवन में जो हो गया, ദൈവാത്മ പറയുന്നു ആന്റണിയുടെ ജീവിതത്തിൽ उस बंधन സംഭവിച്ചത് आपका जीवन में रिपीट होना नहीं. ആ ബന്ധനം നിങ്ങളുടെ ജീവിതത്തിൽ അത് Break that ആവർത്തിക്കരുത്. ആ ബന്ധനത്തെ അഴിച്ചു Break that കളയുക. yoke. ആ നുകത്തെ ഒടിച്ചു आपका കളയുക. परिवार इस जमाने में उसको फुल स्टॉप डालो. നിങ്ങളുടെ കുടുംബം ആ തലമുറ ഈ തലമുറ അതിന് ഫുൾ സ്റ്റോപ്പ് Maybe ഇടട്ടെ. someone watching in online or in this church, I do not know, someone with related with Anthony. Hallelujah. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും A generation ആന്റണി curse, a related generation curse. ഒരു एक ജനറേഷൻ ही शक्ति बार बार लड़ रही. ഒരേ ഒരു പ്രശ്നം തലമുറയായി इस വരുന്നു. पीढ़ी में आपको प्रार्थना का द्वारा, अभिषेक का द्वारा एक फुल स्टॉप डालना है. ഈ തലമുറയിൽ നിങ്ങൾ ആരാധനയുടെ അഭിഷേകത്തോടെ അത്
അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. प्रभु नाम प्रकट करके दे देगा. ദൈവം പേര് വെളിപ്പെടുത്തി തരും. हालेलुया. ऐसा नहीं हर मीटिंग में प्रकट करेगा. എല്ലാ മീറ്റിംഗിലും വെളിപ്പെടുത്തണമെന്നില്ല. उतना पवित्र आत्मा का साथ में संगति रखेगा तो प्रकट करेगा. അത്രമാത്രം പരിശുദ്ധാത്മാവുമായി നാം ഫെലോഷിപ്പ് വെക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടും. हर मीटिंग में वो नाम बुलाएगा. ഞാൻ അങ്ങനെ ദേവദാസന്മാരെ കണ്ടിട്ടുണ്ട്. എല്ലാ മീറ്റിംഗിലും പേര് हर വിളിക്കും. मीटिंग में नाम बुलाएगा. എല്ലാ മീറ്റിംഗിലും പേര് आपको വിളിക്കും. शायद जानते होगा कुवैत में मैंने एक मीटिंग में गया. उस समय में बहुत क्या बोलते हैं एक दिफात का जैसे एक परमेश्वर का दास को मिला. ഞാൻ കുവൈറ്റിൽ ഒരു മീറ്റിംഗിന് പോയപ്പോൾ ആക്സിഡന്റലി ഒരു ദേവദാസിനെ കാണുവാനിടയായി. उन्होंने उनको मेरे बारे में कुछ जानने वाला परमेश्वर का दास. ആ ദേവദാസിനെ എന്നെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. वो ज्यादा यूट्यूब देखने वाला परमेश्वर का दास नहीं है. അധികം യൂട്യൂബ് കാണുന്ന ദേവദാസനായിരുന്നില്ല. मैं उनको जानता नहीं. मेरा नाम भी जानता नहीं. എന്റെ പേരും ആ വ്യക്തിക്ക് അറിയത്തില്ല. मुझे भविष्यवाणी दिया तभी कहा. പക്ഷേ എനിക്ക് പ്രവചനം मैंने പറഞ്ഞപ്പോൾ ऑडियो പറഞ്ഞു. रिकॉर्डिंग रखा है मेरे हाथ में. എന്റെ കയ്യിൽ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. मैं डी करके एक नाम देख रहा हूं. ഡി എന്ന പേരിലൊരു ഞാൻ ലെറ്റർ ഡി കാണുന്നു. Then he said, എന്നിട്ട് പറഞ്ഞു ഡാനി. हाँ मुझे बोल रहे मैं डी करके लेटर देख रहा हूँ. ഞാൻ ഡി എന്നൊരു ലെറ്റർ കാണുന്നു. हालेलुया. हालेलुया. Then he called Danny. ഡാനി. फिर कहा मैं डानी को एक रिवाइवल के लिए एक जमाने में उपयोग करूंगा. आमेन. ഞാൻ ഡാനിയെ ഉണർവിനായി ഉപയോഗിക്കും. I got shocked how he know about my child's name. ഞാൻ അതിശയപ്പെട്ടു എങ്ങനെ ആ വ്യക്തിക്ക് എൻ്റെ കുഞ്ഞിന്റെ പേര് അറിയാം. उन्होंने उस दिन भविष्यवाणी बोला. ഒരു പ്രവചനം പറഞ്ഞു. मैं देख रहा हूँ आप वाशी ब्रिज होके न्यू बॉम्बे जा रहे. ഞാൻ കാണുന്നു നിങ്ങൾ വാശി ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് 2024 मार्च महीने में बोला भविष्यवाणी है. मैं देख रहा हूँ वाशी ब्रिज होके न्यू बॉम्बे जा रहे. 2024 മാർച്ച് മാസത്തിൽ പറഞ്ഞ ഒരു പ്രവചനമാണിത്. हालेलुया. पहाड़ों पर एक इलाका में देख रहा हूँ. ഞാൻ പർവ്വതങ്ങൾ നിറഞ്ഞ ഒരു आपको ഏരിയ जानते കാണുന്നു. आखिरी में हम कारगर पहुंचा. നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഞങ്ങൾ അവസാനം मैं वाशी ब्रिज കാർഗിലെത്തി. होके जाते हैं ना हमेशा मैं वो भविष्यवाणी को याद करेगा. ഞാൻ വാശി ബ്രിഡ്ജ് ക്രോസ് ചെയ്തു പോകും എപ്പോഴും ആ പ്രവചനം ഞാൻ ഓർക്കും. ये कोई मरे हुए परमेश्वर का दास का बारे में मैं नहीं कर रहा हूँ. मैं वारियाबुरे योनाचान पतिचरा योहनाचान उसके बारे में नहीं कर रहा हूँ. अब पतिचरा अवराचान कारमेली मताई वदेशी उन लोगों के बारे में नहीं कर रहा हूँ. मैंने ഇന്ന് ജീവിച്ചിരിക്കാത്ത ആരെയും പറ്റി അല്ല ഞാൻ ऐसे പറയുന്നത്. बड़ा परमेश्वर का दास होता. അങ്ങനെ വലിയ ദേവദാസന്മാർ वारियाबुरे योनाचान बहुत मशहूर नाम था. വാര്യപുരം യോനാച്ചൻ दूसरा വളരെ नाम है ഫേമസ്. पतिचरा अवराचन. पतिचरा का भविष्यवाणी ऐसे होता था. പത്തിച്ചൻ അവരാജൻ പാസ്റ്ററുടെ लोग कहते പ്രവചനം थे ഇപ്രകാരമായിരുന്നു. पच्चिलें कतरगें बोले. इसका मतलब मालूम है लीफ और सीसर कैसे होते. लीफ को कैसे सीसर काटते वैसे भविष्यवाणी एक्यूरेसी के साथ में देने वाले परमेश्वर का दास था पतिचर अवराचान. हालेलुया. धन्यवाद यीशु. हालेलुया. मालूम है आपको. हालेलुया. आज के जमाने में भी ऐसे भविष्यवक्ता होना चाहिए. ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെയുള്ള പ്രവാചകന്മാർ എണീൽക്കണം. बहुत साल पहले അനേക വർഷങ്ങൾക്ക് മുൻപ് कुंभनाड में एक बड़ा कन्वेंशन हो रहा था. കുമ്പനാട്ടിൽ ഒരു വലിയ കൺവെൻഷൻ उस നടക്കുകയായിരുന്നു. जमाने में दूर दूर से लोग रहने के लिए आएगा उधर ആ कुंभनाड में സമയത്ത് कन्वेंशन. ദൂരെ ദൂരെ നിന്ന് ആൾക്കാർ तो വന്നു कुंभनाड कन्वेंशन होते हैं उसका आजू बाजू में जो घरों होते हैं ना उस घरों में उनको रहने के लिए देते हैं. കുമ്പനാട് കൺവെൻഷന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിൽ പാർക്കുവാൻ വേണ്ടി അവർക്ക് പെർമിഷൻ കൊടുക്കും. हालेलुया. हालेलुया. और वो आजू बाजू के घरों में विश्वासी भवन नहीं है लेकिन फिर भी वो लोग विश्वासी लोग इतना सम्मान देते थे इसलिए रहने के लिए देते थे. അവിടുത്തെ उस जमाने വീടുകളിൽ के बात में വിശ്വാസികളൊന്നും അല്ലെങ്കിൽ പോലും അവർ വിശ്വാസികളെ जो താമസിക്കുവാൻ सामुदायिक അനുവദിക്കുമായിരുന്നു. कलीसियों का लोग होते वो लोग ചിലപ്പോൾ സമുദായ സഭയിൽപ്പെട്ടവരായിരിക്കും. काफी लोग रहने के लिए आते हैं. അനേകർ അവിടെ താമസിക്കുവാൻ और വരും. कन्वेंशन का बगल में एक घर में कुछ परमेश्वर के बच्चों को रहने के लिए दिया. കൺവെൻഷന്റെ സൈഡിൽ ചിലരെ താമസിക്കാൻ അനുവദിച്ചു. एक घर में काफी लोगों को एक ही घर में रहने के लिए. അനേകർ ഒരു വീട്ടിൽ പാർക്കുകയായിരുന്നു. लेकिन उस घर से एक टाइम पीस चोरी हो गया. അവിടെ നിന്ന് ഒരു ടൈം പീസ് നഷ്ടപ്പെട്ടു പോയി. सुना ना आपने. നിങ്ങൾ കേട്ടോ? और वो घर वाला आके ये जो पास्टर कैया बुरा हमको कहा आपका लोगों को मैं घर में रहने के लिए दिया टाइम पीस चोरी हो गई. ആ വീട്ടുകാരൻ വന്ന് പാസ്റ്ററോട് കംപ്ലൈന്റ് ചെയ്തു നിങ്ങൾ ആൾക്കാരെ किसको पकड़ेगा? टाइम पीस कौन चोरी किया है? ടൈം പീസ് അലാം ഇപ്പൊ बहुत കാണാൻ बड़ा अपमान हो गया ना समाज में. परमेश्वर का दासों का नाम खराब होने वाला है ना. ഇപ്പൊ ദേവദാസന്മാരുടെ വലിയ कौन चोरी അപമാനം किया? സംഭവിച്ചു. केब्राम ആരാ पास्टर ने മോഷ്ടിച്ചത്? कहा. കെ എബ്രാം सब പാസ്റ്റർ लोग हॉल പറഞ്ഞു में आके घुटना टेको. എല്ലാവരും ഹാളിൽ വന്ന് उस മുട്ടുമടക്കുക. जमाने का हिम्मत ऐसा था. ആ सब കാലത്തിലെ लोग हॉल में आके घुटना टेको. എല്ലാവരും കടന്നു വന്ന് മുട്ടുമടക്കുക. प्रार्थना करो. പ്രാർത്ഥിക്കുക. प्रभु प्रकट करना है कौन चोरी किया. ദൈവം വെളിപ്പെടുത്തി തരും ആരാ മോഷ്ടിച്ചത്. हाँ पतिचरा अवराचन खुद के उठा. പത്തിച്ചൻ അവരാജൻ भाग के जाके एक व्यक्ति का कॉलर पकड़ के खींच के उठाया बोला बेटा जल्दी तुम टाइम पीस वापस दे दो बोला. ഒരു വ്യക്തിയെ ചെന്ന് इसको कहते हैं भविष्यवाणी. इसको कहते हैं prophet. തിരിച്ചു കൊടുക്കുക. ഇതാണ് പ്രവാചകൻ. हेलो ये हो सकते हालेलुया. हैं क्या. അങ്ങനെ സംഭവിക്കുമോ? बोलो ना आज का जमाना में भी ऐसे अभिषक्त लोग होना ആമേൻ चाहिए. പറഞ്ഞാട്ടെ ഈ കാലഘട്ടത്തിലും जिसको हिम्मत ही आवे. ആർക്കാണോ ധൈര്യം जो हियाव के साथ में कह सकते. ധൈര്യത്തോടെ പറയുവാൻ സാധിക്കുന്നത്. प्रेरितों 26वां अध्याय में
അപ്പോസ്തല പ്രവൃത്തി राजा का दरबार में खड़ा होकर രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് पौलुस कह रहे, പൗലോസ് हे പറയുന്നു, राजा तुझे जानते हैं രാജാവേ मुझे നിനക്കറിയാമോ प्रभु ने अधिकार दिया है എനിക്ക് ദൈവം अंधकार का वशा से लोगों को छुड़ाने के लिए, അന്ധകാരത്തിനാൽ ഓരോ മനുഷ്യരെ बंद വിടുവിക്കേണ്ടതിന്, अंधे आंखों को खोलने के लिए. കണ്ണ് കാണാത്തവരെ കണ്ണ് Oh, തുറക്കേണ്ടതിന്. I'm starting here with authority. ഞാൻ ഇവിടെ Let a generation come up, those who stand with authority. അങ്ങനെ ഒരു തലമുറ എണീൽക്കട്ടെ, അധികാരമുള്ള ഒരു തലമുറ. Hallelujah. ഹല്ലേലൂയ. അഭിഷേകത്തോടെ अभिषेक अधिकार के साथ अभिषेक ഒരു के साथ തലമുറ എഴുന്നേൽക്കട്ടെ. एक മക്കളെ पीढ़ी उठ മൈക്ക് खड़े होने दे. ഹല്ലേലൂയ. അഭിഷേകത്തോടെ अभिषेक के അധികാരത്തോടെ साथ अधिकार के ഒരു साथ തലമുറ എഴുന്നേൽക്കട്ടെ. एक पीढ़ी उठ खड़े ഒരു അന്ത്യകാല होने दे. ശുശ്രൂഷയ്ക്കായി അഭിഷേകത്തോടെ और सेवकाई അധികാരത്തോടെ अधिकार के ഒരു साथ തലമുറ എഴുന്നേൽക്കട്ടെ. अभिषेक के साथ കുരുട്ട് एक കണ്ണുകളെ पीढ़ी തുറക്കുന്ന, उठ खड़े होने दे. अंधों की आंखें खोलने ബന്ധനങ്ങളെ वाला, പൊട്ടിക്കുന്ന, बंधनों को खोलने ശങ്ങലയിൽ ഇരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുന്ന, जंजीरों में पड़े हुए लोगों को छुड़ाने वाला, അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നത് കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നത് കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാൽ. അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാൽ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാ. അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ.
അല്ലെങ്കിൽ Amen. പൗലോസ് 21वां शतक का पौलुस. ആമേൻ. ഈ Amen. നൂറ്റാണ്ടിലെ Hallelujah. പൗലോസ് Amen. बैठ जाओ. ഇരുന്നാട്ടെ. हालेलुया. ഹല്ലേലൂയ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. मुझे एक पौलुस बनना है. പ്രവൃത്തി 26-ാം അധ്യായം. प्रेरितों के काम 26वीं आयत. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുക. अग्रिप्पा राजा के सामने खड़े होकर पौलुस कहता है, ഹല്ലേലൂയ. കർത്താവ് അവനെ പ്രത്യക്ഷപ്പെട്ടിട്ട് परमेश्वर के सामने प्रस्तुत होकर ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. लोगों के बीच में से, जातियों के बीच में से मैं तुझे छुड़ाऊंगा. അവർക്ക് പാപമോചനവും 18-ാമത്തെ വാക്യം 26-18. उनको पाप की मुक्ति. ഹല്ലേലൂയ. हालेलुया. എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് कि तू उनकी आंखें खोले कि वे अंधकार से ज्योति की ओर, അവരുടെ കണ്ണുകളെ തുറപ്പാനും उनकी आंखों को खोलने के लिए അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും अंधकार से ज्योति की ओर, സാത്താന്റെ അധികാരത്തിൽ നിന്ന് शैतान के अधिकार से ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും परमेश्वर की ओर ഞാൻ फेरने के ഇപ്പോൾ लिए നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. मैं अभी तुझे उनके बीच ഈ में भेजता നൂറ്റാണ്ടിന് हूँ. ഒരു പൗലോസ് ആവശ്യമാണ്. इस जमाने में एक पौलुस की जरूरत ചിലരെ है. ഇരുളിൽ നിന്ന് പുറത്തെ कुछ കൊണ്ടുവരുവാൻ, लोगों को अंधकार से बाहर ചില खींच लाने के കുരുട്ട് लिए, കണ്ണുകളെ തുറക്കുവാൻ, कुछ अंधे आंखों को खोलने के സാത്താന്റെ लिए, അധികാരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചില കുടുംബങ്ങളെ വിടുവിപ്പാൻ, शैतान അവൻ के अंधकार की ताकतों में जकड़े हुए कुछ लोगों को പാരമ്പര്യമായിട്ട് छुड़ाने के लिए, ശത്രു അടിമയാക്കിയ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ ഒരു പൗലോസ് ആവശ്യമാണ്. पारंपरिक तौर से पर शैतान ने अधीन करके रखा हुआ कुछ लोगों को छुड़ाकर बाहर लेकर आने के लिए इस युग में एक पौलुस की जरूरत അടുത്ത है. വാചകത്തിൽ പൗലോസ് പറയുക, अगले आयत में पौलुस कहता है, इसलिए अग्रिप्पा राजा, അതുകൊണ്ട് ഹേ അഗ്രിപ്പ രാജാവേ, हालेलुया, मुझे मिला वह स्वर्गीय दर्शन को कभी मैंने छोड़ा नहीं. എനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്തെ ഞാൻ അനുസരിക്കാതെ ഇരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? इसलिए मैंने क्या किया? എനിക്ക് കിട്ടിയ ദർശനം വിട്ട് ജീവിച്ചില്ല. मैंने मुझे मेरा दर्शन കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, छोड़कर मैं जिया नहीं. നിങ്ങൾക്ക് കിട്ടിയ സ്വർഗീയ ദർശനം വിട്ട് നിങ്ങൾ ജീവിക്കരുത്. बच्चों मैं कहना चाहता हूँ कि जो മാതാപിതാക്കളെ സ്വർഗീയ ദർശനം വിട്ട് ജീവിക്കരുത്. उसे छोड़कर जीना नहीं. हे हालेलुया. माता-पिता, जो आपको दर्शन दिया उसे छोड़कर जीना नहीं. അങ്ങനെ ജീവിച്ചാൽ अगर आप दर्शन ഈ छोड़कर നൂറ്റാണ്ടിലും जियोगे ദൈവം तो ചില പൗലോസുമാരെ കണ്ടെത്തിയിട്ടുണ്ട്. इस युग में परमेश्वर कुछ पौलुस लोगों को चुना है. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ये सब सुनकर റോമാ ഗവർണർ रोमा के गांव में ഫെസ്തോസ് എന്നാ അവന്റെ പേര്, फेस्तोस उसका नाम था. അവൻ പറഞ്ഞു, उसने कहा, പൗലോസ് നിനക്ക് വട്ട് പിടിച്ചടാ. हे पौलुस तू क्या पागल हो गया है? ഹല്ലേലൂയ. Hallelujah. ഒരു വട്ട് പിടിച്ച തലമുറ എഴുന്നേൽക്കട്ടെ. आमेन. ऐसा एक पागल पीढ़ी उठने दे. ഈ ക്രേസി ജനറേഷൻ, आमेन. एक परमेश्वर Who के is लिए standing for पागलपन, Jesus. यीशु के लिए खड़े होने वाला crazy पीढ़ी, generation. यीशु के लिए खड़े होने who वाला is पीढ़ी standing for Jesus. जो यीशु के लिए खड़े നമ്മൾ हो ഇതൊക്കെ जाए. പറയുമ്പോൾ ആളുകൾ പറയും വട്ടാന്ന് പറയും. हम जब ऐसा कहेंगे तो लोग कहेंगे कि पागल है. ഹല്ലേലൂയ. Hallelujah. നീ ഒരു പൗലോസായി മാറിയതിന്റെ തെളിവാ കേട്ടോ. तू पौलुस बन गया है, वो ये साबित നാട്ടുകാർ करता പറയും है. നിനക്ക് വട്ട് പിടിച്ചെന്ന് പറയും. लोग कहेंगे कि तू पागल हो गया है. നീ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. तू जो कहेगा वो समझेंगे ഇരുളിൽ नहीं. ഇരിക്കുന്നവർക്ക് കണ്ണടഞ്ഞവർക്ക് അത് മനസ്സിലാകത്തില്ല. अंधकार में बैठे हुए लोगों को वो समझेगा അവരുടെ नहीं. കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. उनकी आंखें यीशु नासरी के ഓ नाम से ഹല്ലേലൂയ. हालेलुया. प्रभु का आत्मा आज सुबह कह रहे, പരിശുദ്ധാത്മാവ് രാവിലെ പറയുന്നു, कुछ बंधनों को प्रभु खोलने वाला. ചില ബന്ധനങ്ങളെ ദൈവം അഴിക്കും. ബന്ധനം ആമേൻ. कैसे ഹല്ലേലൂയ. ബന്ധനം എങ്ങനെ അഴിയും? शीघ्र से कुछ बातें बोल के ഞാൻ देना. അധിക വേഗത്തിൽ ഒരു കാര്യം പറയാം. एशिया का किताब 10वां अध्याय का 27वां आयत में लिखा है. യെശയ്യാ 10:27 ഇപ്രകാരം പറയുന്നു. अंग्रेजी में इसे हम पढ़ते, बिकॉज ऑफ द अनॉइंटिंग द yoke shall be broken. अभिषेक की वजह से तुम्हारा जुआ टूट जाएगा. Can you believe that? क्या आप विश्वास कर सकते हो? Because of the anointing the yoke shall be broken. अभिषेक के द्वारा तुम्हारी जुआ टूट जाएगी. कैसे जुआ तोड़ने वाला है? എങ്ങനെയാണ് ആ നുകം തകരുന്നത്? चिकनापन. അഭിഷേകം, പുഷ്ടി. हालेलुया. अभिषेक उतराएगा. അഭിഷേകം ഇറങ്ങി വരുമ്പോൾ ओ जुआ तोड़ने वाला है. നിങ്ങൾ നുകങ്ങൾ തകരും. जुआ तोड़ने वाला. നുകങ്ങൾ തകരും. हालेलुया. हालेलुया. अब सभी लोग प्रार्थना करो. നമുക്ക് ഒരുമിച്ച് ऐसे പ്രാർത്ഥിക്കാം. अभिषेक को तोड़ने वाले एक चिकनापन मेरे ऊपर आने के लिए. അഭിഷേകം ഇറങ്ങി വരും. ആ നിങ്ങൾ നുകം തകരേണ്ടതിന് जुआ किसके ऊपर रखते हैं? യോക്ക് ആരുടെ മുകളിലാണ് വെക്കുന്നത്? जो खेती में काम करने वाले बैल के ऊपर रखते हैं ना.
ജോലി ചെയ്യുന്ന ആ വേലക്കാരുടെ മുകളിലാണല്ലോ വെക്കുന്നത്. കാളയുടെ മുകളിലാണ് വെക്കുന്നത്. ഇപ്പം നുകം ആ ബേലിന്റെ എത്ര വർഷങ്ങളായി ആ നുകം എടുത്ത് ആ ഒരു സ്ലേവറി ഡാൻഡർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിമത്വമുണ്ടോ? क्या आप किसी चीज के लिए गुलाम में हो? Are you a slave to Satan? क्या आप शैतान के लिए गुलाम बन गए हो? गुलामीपन है, അടിമത്വം उसको तोड़ना पड़ेगा. അതിനെ നിങ്ങൾ തന്നെ തകർക്കണം. अंधकार का गुलाम मत बनो. ഇരുട്ടിന്റെ അടിമയായി മാറരുതേ. शैतान का गुलाम मत बनो. പിശാചിന്റെ അടിമകളായി മാറരുതേ. परंपरा का गुलाम मत बनो. നിങ്ങളുടെ തലമുറകളുടെ പാരമ്പര്യമായിട്ട് ഒന്നിനും അടിമകളായി മാറരുതേ. रीति रिवाज का गुलाम मत बनो. രീതി റിവാജുകളുടെ അടിമയായി बोलो ना, മാറരുതേ. रीति रिवाज का गुलाम मत बनो. പറഞ്ഞാട്ടെ പാരമ്പര്യത്തിന്റെ അടിമകളായി काफी लोग മാറരുതേ. गुलाम है. അനേകർ ഇന്നും അടിമയാണ്. परंपरा का गुलाम, പാരമ്പര്യ रीति रिवाज का गुलाम. പാരമ്പര്യത്തിന്റെ അടിമ. आज उस जुआ टूटने दीजिए. ഇന്ന് ആ നുകം आज उस बंधन തകർക്കപ്പെടട്ടെ. टूटने दीजिए. ഇന്ന് ആ ബന്ധനം അഴിയട്ടെ. हालेलुया. यीशु ने आपको छुड़ाने के लिए आया. യേശു നിങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി यीशु ने വന്നു. आपको स्वतंत्र करने के लिए आया. യേശു നിങ്ങൾക്ക് जुआ സ്വാതന്ത്ര്യം कैसे നൽകുവാൻ तोड़ेगा? വന്നു. ആ നുകം എങ്ങനെ जुआ कैसे തകർക്കപ്പെടും? तोड़ेगा? ആ നുകം എങ്ങനെ जब തകർക്കാം? अभिषेक उतराएगा तभी. അഭിഷേകം ഇറങ്ങി When the വരുമ്പോൾ anointing come down, അഭിഷേകം the yoke ഇറങ്ങി shall be വരുമ്പോൾ broken. നിങ്ങൾ നുകം തകരപ്പെടും. आपको जानते? നിങ്ങൾക്കറിയാമോ ये जो बैल के ऊपर ഈ കാളയുടെ മുകളിൽ ये जुआ काफी साल से रखा है. ഈ നുകം അനേക വർഷങ്ങളായി വെച്ചിരിക്കുകയാണ്. अभी तक इस बैल को उस जो बल नहीं मिला, ഇതുവരെ ആ കാളയ്ക്ക് ബലം കിട്ടിയിട്ടില്ല उस जुआ को तोड़ने के लिए. ആ നുകത്തെ തകർക്കേണ്ടതിന്. इसलिए काफी साल से गुलाम. അതുകൊണ്ട് അനേക വർഷങ്ങളായിട്ട് അടിമയിലാണ്. विश्वास में आके काफी वर्ष हो गया. ദൈവമക്കളെ വിശ്വാസത്തിൽ വന്നിട്ട് അനേക अभी तक വർഷങ്ങളായി. उस जुआ क्यों तोड़ा नहीं, टूटा नहीं? ഇന്നും എന്തുകൊണ്ട് ആ നുകം തകർന്നില്ല? Because you are a weak Christian. കാരണം നിങ്ങൾ ഒരു വീക്കായ അല്ല ദുർബലമായിട്ടുള്ള ഒരു Can you examine ക്രിസ്ത്യാനിയാണ്. your life? നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് क्या आप ശോധന कह सकते ചെയ്യാമോ? मैं एक strong Christian हूँ? നിങ്ങൾക്ക് പറയാമോ ഞാനൊരു സ്ട്രോങ് ക്രിസ്ത്യനാ? Strong Christian कौन है? സ്ട്രോങ് ക്രിസ്ത്യൻ ആരാ? पौलुस का जैसे बनना. പൗലോസിനെ പോലെ ആകണം. Strong Christian कौन है? സ്ട്രോങ് ക്രിസ്ത്യൻ ആരാ? उसको बांधेगा तो उस जो बंधनों उसी क्षण हालेलुया राख बनना चाहिए. ഹല്ലേലൂയ. നിങ്ങളെ കെട്ടുവാണെങ്കിൽ ആ കെട്ടുന്നത് അപ്പ തന്നെ കത്തി ചാമ്പലാകണം. Strong Christian कौन है? ഒരു സ്ട്രോങ് ക്രിസ്ത്യൻ ആരാ? हालेलुया. ഹല്ലേലൂയ. बोलो ना मुझे एक strong Christian बनना. പറഞ്ഞാട്ടെ എനിക്ക് ഒരു സ്ട്രോങ് ക്രിസ്ത്യൻ ആകണം. यीशु नासरी के नाम एक strong യേശുവിന്റെ Christian. നാമത്തിൽ ഒരു സ്ട്രോങ് ക്രിസ്ത്യൻ. उनका लामा शखना रमशल कमन प्रार्थना करो, प्रार्थना करो. പ്രാർത്ഥിച്ചാട്ടെ. क्या आप बोल सकते हैं मैं एक strong Christian हूं? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാനൊരു സ്ട്രോങ് ക്രിസ്ത്യൻ ആണ്? आप में से कितने लोग बोल सकते हैं मैं एक strong Christian? നിങ്ങൾ എത്ര പേർക്ക് പറയുവാൻ സാധിക്കും ഞാനൊരു സ്ട്രോങ് ക്രിസ്ത്യൻ ആണ്? നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കാര്യമില്ല. आप केवल एक साधारण ആരോഗ്യമുള്ള ക്രിസ്ത്യാനിയാകണം. एक आरोग्यवंत मसीह बनना है. പിശാച് കെട്ടിയാൽ പൊട്ടിക്കാനുള്ള പവർ വേണം. शैतान यदि बांध दे तो तुरंत ही खुल जाने का एक क्रिस्टियानी मसीह അതാണ് बने. ആരോഗ്യമുള്ള ക്രിസ്ത്യാനി. वो है एक तंदुरुस्त मसीही. ഓ ആ ആരോഗ്യം എവിടുന്നാ വരുന്നത്? वो तंदुरुस्त कहाँ से आती है? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. पवित्र आत्मा की अभिषेक से आती है. പവിത്രാത്മാവിന്റെ അഭിഷേകത്താൽ पवित्र आत्मा की ചില अभिषेक നുകങ്ങൾ से പൊട്ടി മാറട്ടെ. कुछ जुआएं तोड़ ഒരു ആരോഗ്യം ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. एक तंदुरुस्ती परमेश्वर के बच्चों के ऊपर हालेलुया. आने स्ट्रांग पाए. क्रिश्चियंस. एक मजबूत Strong मसीही, Christians. एक मजबूत मसीही. हालेलुया. हालेलुया. Because of the anointing the yoke shall be अभिषेक broken. की वजह से आपका जुआ टूट जाएगा. अब जरा कल्पना में देख लीजिए. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. कमजोर भाई ഒരു ക്ഷീണിച്ചിരിക്കുന്ന ഒരു കാള काफी साल से ये जुआ को उठा के चल रहे हैं. വർഷങ്ങളായി ആ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുകയാ. ओह हालेलुया. वो चाहते इसमें से बाहर आना चाहते, അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് വരണം. लेकिन बल नहीं. പക്ഷേ ബലമില്ല. लेकिन एक दिन പക്ഷേ ഒരു ദിവസം उस बैल के ऊपर एक चिकनापन उतर आया. ആ കാളയുടെ മുകളിൽ ഒരു അഭിഷേകം ഒരു പുഷ്ടി ഇറങ്ങി വന്നു. നിങ്ങൾക്ക് അതൊന്ന് ചിന്തിക്കാമോ? मसल्स बढ़ रहे, അവന്റെ മസിൽസ് വളർന്നു തുടങ്ങുന്നു. അവൻ അത് വീർത്ത് വരുന്നു, വളർന്നു വരുന്നു. उसके ऊपर का जुआ हालेलुया तोड़ना शुरू हो गया. അവന്റെ ഇരിക്കുന്ന ആ നുകം അത് ഒടിയുവാൻ Now തുടങ്ങി. that yoke cannot contain, now that yoke cannot hallelujah suppress this animal. जुआ Hallelujah. उसको दबा नहीं वो सकता. strong बन गया. वो मजबूत बन गया. കഴുത്തുനിന്നൊരു ശബ്ദം കേൾക്കുകയാ. गले से एक आवाज ഒരു आ रही കിലുകില है. ശബ്ദം കേൾക്കുകയാ. एक आवाज आ रही है. വർഷങ്ങളായി വെച്ചിരിക്കുന്ന നുകം പൊട്ടുകയാ. सालों से रखा हुआ
जुआ भी तोड़ रही है। അഭിഷേകം ഇറങ്ങിയിട്ട് जब अभिषेक പുഷ്ടി उतरा, എന്നാ പറയുന്നത്. जब उसके ऊपर നിന്നെ चिकनापन ഒതുക്കാൻ आया, പറ്റാത്ത ഒരു ആത്മിക പുഷ്ടി ദൈവവൈതല നിന്റെ മേലുണ്ടാകണം. तुझे दबा नहीं सकेगी, ऐसे एक अभिषेक तुझ पर ഹൽക്ക उतरेगा। ലാമ ശഖന റംധനെ നിന്റെ കുടുംബത്തെ, നിന്റെ ആരോഗ്യത്തെ ഒതുക്കി നിർത്തുന്ന, നിന്റെ ബിസിനസിനെ ഒതുക്കി നിർത്തുന്ന പൈശാചിക ശക്തികൾക്ക് ഇനിയും ഒതുക്കാൻ പറ്റാത്ത ഒരു പുഷ്ടി നിന്റെ മേൽ വെളിപ്പെടട്ടെ. तेरे अभिषेक, तेरा बिजनेस को रोकने वाला, तेरे परिवार के आशीषों को रोकने वाला, एक सारे जुआओं को तोड़ने वाली एक अभिषेक आपके जीवन के ऊपर उतराने दे। एक चिकनापन आपका जीवन में उतराने दीजिए. ഒരു പുഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരട്ടെ. हाँ, ഹല്ലേലൂയ. जब इस जो चिकनापन उतराएगा, ഈ പുഷ്ടി ഇറങ്ങി വരുമ്പോൾ जुआ टूट जाएगा. ബന്ധനങ്ങൾ അഴിയും. 10वां अध्याय का 26वां आयत पढ़ेगा तो 10:26 വാക്യത്തിൽ 2 उदाहरणों उधर दिया है. 2 ഉദാഹരണങ്ങൾ അവിടെ ये बात कैसे പറഞ്ഞിരിക്കുകയാണ്. होने वाले 2 उदाहरणों दिया है. 2 ഉദാഹരണങ്ങൾ. एक उदाहरण, ഒരു ഉദാഹരണം, मिद्यान का जमाना में മിദ്യാന്റെ കാലത്ത് परमेश्वर कैसे हालेलुया मिद्यान का विरुद्ध में काम किया. वैसे കർത്താവ് എങ്ങനെയാണ് മിദ്യാനെതിരായി പ്രവർത്തിച്ചത്. कहानी आपको जानते हैं. കഥ നിങ്ങൾക്കറിയാം. गिदयोन का स्टोरी है. ഗിദിയോന്റെ കഥ. गिदयोन का स्टोरी. ഗിദിയോന്റെ കഥ. गिदयोन अकेला था. ഗിദിയോൻ लेकिन ഒറ്റയ്ക്കായിരുന്നു. प्रभु ने उसको कहा പക്ഷേ യഹോവ इस പറഞ്ഞു, बैल के साथ में जाओ. നീ ഇതേ ശക്തിയോടെ जब പോകുക. प्रभु ने कहा ना इस बैल के साथ में जाओ, ദൈവം പറഞ്ഞു, നീ ഈ ശക്തിയോടെ പോകുക. कौन सा बैल है वो? ഏത് आप ബലമാകുന്നു? बोलो ना. जब प्रभु ने कहा इस बैल के साथ में जाओ, ദൈവം പറഞ്ഞു, ഈ ബലത്തോടെ നീ പോകുക. मैं आपको कहा रे ഞാൻ നിങ്ങളോട് പറയുന്നു, इस चीज के साथ में जाओ. വചനത്തിന്റെ കൂടെ പോകുക. इस आमेन. ये साधन കൊണ്ട് പോയി. ये सामान लेकर जाओ. मैं आपको कहा रे ले लो ये take it and go. ഞാൻ हालेलुया. നിങ്ങളോട് പറയുക, ഇത് എടുക്കുക, ഇത് तो കൊണ്ട് इसका പോകുക. मतलब कुछ दे रहे ना, സ്വർഗം ചിലത് നിങ്ങൾക്ക് कुछ തരുന്നുണ്ടല്ലോ. दे रहे ना. സ്വർഗം നിങ്ങൾക്ക് क्या ചിലത് दे रहे? എന്തുവാ परमेश्वर തരുന്നത്? का बेल दे रहे, ദൈവത്തിന്റെ ബലം ബലം തരുന്നു. തരുന്നു. ദൈവത്തിന്റെ ബലം बेल दे रहे, ബലം തരുന്നു. सामर्थ दे रहे, ശക്തി തരുന്നു. सामर्थ दे रहे, शक्ति दे रहे। सांबों को बिच्छुओं को निसर्प शैतान का दे रहे। सारे बल को दे रहे। कुचल डालने का सामर्थ 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 ചവിട്ടുവാനുള്ള ശക്തി मैं तुझे सामर्थ दूंगा. ശക്തി നൽകും. शैतान का सारे बल को कुचल डालने का सामर्थ. പിശാചിന്റെ സകല ബലത്തെയും മെതിക്കുവാനുള്ള Gideon, ശക്തി. ഗിദെയോനെ, go with this strength. നീ ഈ ബലവുമായി പോകുക. I give you strength. ഞാൻ നിനക്ക് ബലം പകരും. Take my strength. ആ strength നീ എടുക്കുക. हल्का लामा शक्कमाना मेरा ശത്രുന. सामर्थ को पाके जाओ. എന്റെ ബലം പ്രാപിച്ചു നീ പോകുക. गिdeon कैसे गया? ഗിദെയോൻ എങ്ങനെയാ പോയത്? कैसे लड़ा? എങ്ങനെ പോയത്? उसका सामर्थ्य नहीं है. അവന്റെ जब ശക്തിയല്ല. परमेश्वर का मुंह से उस शब्द बाहर आया, മോശയുടെ വായിൽ നിന്ന് ആ ശബ്ദം പുറത്തു क्या വന്നപ്പോൾ बाहर आया? എന്ത് പുറത്തു വന്നു? इस बल के साथ में जाओ. ഈ ബലത്തോടെ പോകുക. कौन सा बल साथ में गया? ഏത് ബലം കൂടെ और പോയി? सेना का बल नहीं, സൈന്യത്തിന്റെ ബലമല്ല, ओ उनका ताकत नहीं, അവന്റെ ശക്തിയല്ല, परमेश्वर का आत्मा का बल. ദൈവത്തിന്റെ ശക്തിയുടെ That is ബലം. wonderful. അത് ഭയങ്കര अभिषेक का बल उसके ऊपर उतरा. അഭിഷേകത്തിന്റെ ബലം जब അവന്റെ प्रभु മേൽ का मुंह ഇറങ്ങി से उस വന്നു. शब्द बाहर आया, അവന്റെ ശക്തി ഇറങ്ങി शिमशोन വന്നു. मेरा बल तेरा साथ में रहूंगा. ശിംശോനെ, എന്റെ ശക്തി നിന്റെ കൂടെയുണ്ട്. आज कितने लोग उस बल के साथ में लड़ने के लिए എത്ര जाएंगे? പേര് ആ ബലത്തിൽ അവൻ കൂടെ പോകുവാൻ നിങ്ങൾ ना തയ്യാറാണ്? ताकत से ना सामर्थ से, ശക്തിയാലല്ല, ബലത്താലല്ല, तेरे आत्मा के द्वारा. ദൈവത്തിന്റെ ആത്മാവിന്റെ ബലത്താൽ. ना ताकत से ബലത്താലല്ല, ना सामर्थ से, ശക്തിയാലുമല്ല, बड़ा യഹോവയുടെ ആത്മാവിന്റെ के ശക്തിയാൽ. द्वारा. इस पहाड़ टल जाएगा, ये पहाड़ टल जाएगा, ये पहाड़ टल जाएगा, तेरी आत्मा के द्वारा. My God, hallelujah. हालेलुया. परमेश्वर का आत्मा का बल साथ में है तो ദൈവത്തിന്റെ ആത്മാവിന്റെ ബലം കൂടെ तेरे ഉണ്ടെങ്കിൽ आगे से पहाड़ों हट जाएगा. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പർവ്വതങ്ങൾ गिदयोन മാറിപ്പോകും. तुझे डरने का जरूरत नहीं है. ഗിദെയോനെ നിനക്ക് ഭയക്കേണ്ട ज्ञान ആവശ്യമില്ല. का जमाना में ഗിദെയോന്റെ കാലത്ത് अभिषेक कैसे जुआ को तोड़ा, അഭിഷേകം എങ്ങനെയാണ് आज भी अभिषेक जुआ को तोड़ने वाला है. ഇന്നും ആ അഭിഷേകം നുകങ്ങളെ തകർക്കും. മിഥ്യാന്റെ കാലത്ത് മിദ്യാൻ के നിന്റെ മേൽ जमाने में വെച്ചിരുന്ന നുകത്തെ ഞാൻ തകർത്തെങ്കിൽ तेरे ऊपर रखा हुआ अभिषेक को मैं ഇന്നും तोड़ा നിന്റെ है। മേലുള്ള നുകത്തെയും आज भी तेरे ऊपर അഭിഷേകത്തിന്റെ रखा हुआ പുഷ്ടി കൊണ്ട് जुआ സ്വർഗം को തകർക്കാൻ പോകുകയാ. अभिषेक के सामर्थ से स्वर्ग से तोड़ेगा. ഹല്ലേലൂയ. ശഖന റംശൽ കമന. മിഥ്യാന്റെ കാലത്ത് മാത്രമല്ല, केवल मिद्यान के जीवन में ही नहीं. അടുത്ത ഉദാഹരണം, अगला उदाहरण, ഈജിപ്തിൽ ഞാൻ എന്താ ചെയ്തത്?
मिस्रैम में मैंने क्या किया, എന്റെ വടി കൊണ്ട് मेरे लाठी से ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിയതുപോലെ. फिरौन और सेना को मैंने लाल सागर में जैसा डुबा യെശയ്യാവ് दिया. 10:26 പറയുക, यशायाह 10:26 में മിദ്യാന്റെ प्रकाश കാലത്ത് लिखा है, ചെയ്തതുപോലെ मिद्यान के जमाने में ഞാൻ जो मैंने നുകത്തെ किया था, തകർക്കാൻ പോകുകയാ. मैं जुआओं को तोड़ने ഓ जा रहा हूँ. യെശയ്യാവ് 10:26 പറയുക, यशायाह 10:26 മിസ്രൈമിൽ നിന്റെ മേൽ ഒരു അടിമത്തത്തിന്റെ നുകമുണ്ടായിരുന്നു, मिस्र में तेरे ऊपर एक जुआ അതൊരു रखा നീട്ടിയ हुआ വടി था. കൊണ്ട് ഞാൻ തകർത്തെങ്കിൽ, उसको मैंने मूसा के लाठी ഫറവോനെ സൈന്യത്തെ ഞാൻ മുക്കിയെങ്കിൽ, फिरौन और सेना को मैं लाल सागर അതേ അഭിഷേകം ഇന്ന് വർക്ക് ചെയ്യാൻ പോകുകയാ. वही अभिषेक आज भी काम The same anointing is going to work today morning. वही अभिषेक आज भी काम करने जा रहा है. Anointing, hallelujah. वही अभिषेक गिदियोन को मदद की अभिषेक, गिदयोन ने सहायता अभिषेक मूसा का लाठी के ऊपर काम की अभिषेक, മോശെ പ്രവർത്തിച്ച അതിന്റെ ലാഠിയുടെ അഭിഷേകം आज भी आपका जुआ को तोड़ने के लिए जा रहा हूँ. ഇന്നും നിങ്ങളുടെ നുകത്തെ തകർക്കും. कितना लोग विश्वास करेगा? എത്ര പേര് വിശ്വസിക്കുന്നു? Heaven is going to break that yoke. നിങ്ങൾ ആ നുകം Heaven is തകർക്കുവാൻ going to break that തയ്യാറാണോ? yoke. Malka lama shakana. Hallelujah. Heaven is going to break that yoke. स्वर्ग उस जुआ को तोड़ेगा. Thank you Holy Spirit. മക്കളെ നിങ്ങൾ Hallelujah. പോവാന്നോ? മോളെ 1 second. അപ്പോൾ അവരോട് ചോദിച്ചു പോവാന്നോ? ചാലിയ ചാലിയ ഗോയിങ് ബൈ വരുമല്ലോ അല്ലേ? ഓക്കെ. ഹല്ലേലൂയ. അതർവൈസ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെ വിടാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. हालेलुया. താങ്ക് യു ജീസസ്. എത്ര പേർ വിശ്വസിക്കുന്ന നുകം कितने പൊട്ടാൻ लोग പോവുകയാണ്? विश्वास करेंगे कि आपका जुआ तोड़ने वाला പ്രധാന है? ദൂതോട് പറഞ്ഞു നിർത്താൻ പോവുകയാണ്. एक खास वचन कहकर मैं रोकने जा പ്രധാന रहा हूँ. ദൂതോട് പറഞ്ഞു നിർത്താൻ പോവുകയാണ്. एक महत्वपूर्ण वचन कहकर रोकने मिद्यान के जा कालत रहा हूँ. मिद्यान के नुകം जमाने में जुआ मिस्रैमिल को नुകം तोड़ दिया. പൊട്ടിച്ചെങ്കിൽ मिस्रैम की जुआ को तोड़ दिया है. അഭിഷേകം तो ഇന്നും നുകം പൊട്ടിക്കും. अभिषेक आज भी जुआ तोड़ेगा. Hallelujah. हालेलुया. സെരുബാബേലേ, हे जरूबाबेल, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം, तेरे सामने खड़ा उस महापर्वत को परमेश्वर का सामर्थ्य से उस पहाड़ हट जाने वाला. ദൈവത്തിന്റെ ശക്തിയാൽ ആ പർവ്വതം മാറിപ്പോകട്ടെ. जकरिया अध्याय 4 में സക്കറിയ 4 അധ്യായത്തിൽ हम क्या देख सकते हैं? നാം എന്താ കണ്ടത്? वर्षों के बीच में सामी उसका बारे में कहा. വർഷപ്പിനിടയ്ക്ക് സാമ്യാനെ പറ്റി പറഞ്ഞു. हालेलुया. 2 जैतून का वृक्षों को दिखाया. 2 ഒലിവ് മരം. वो जैतून का वृक्षों के बारे में क्या बताया मालूम है? ആ ഒലിവ് മരത്തെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? मैंने सुना है उसको उसका ओरिजिनल ट्रांसलेशन में उनका बारे में ऐसे कहा है, ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് they are the sons of oil. ഒലിവിന്റെ പുത്രന്മാരാകുന്നു. oil तेल का बच्चों. हाँ, तेल my के God. पुत्र लोग sons हैं. of oil. तेल का In another पुत्र. way, they are the sons of anointing. वो अभिषेक का पुत्र है. Hallelujah. हालेलुया. 2 जैतून का वृक्षों को दिखा के कह रहे sons of anointing खड़ा है. 2 ഒലിവ് വൃക്ഷത്തെ കാണിച്ചിട്ട് പറയുക എണ്ണയുടെ പുത്രന്മാർ. आज का जमाना में भी ഇന്നത്തെ we കാലഘട്ടത്തിലും have sons of anointing. അഭിഷേകത്തിന്റെ പുത്രന്മാരുണ്ടാകട്ടെ. We have sons of anointing. हमारे पास अभिषेक का पुत्र होने दे. നമ്മുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളാ കേട്ടോ. हमारे बच्चे मेज के चारों ओर जैतून का वृक्ष है. അഭിഷേകത്തിന്റെ മക്കളാണ് നമ്മുടെ. अभिषेक के संतान है. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത്. इसके लिए मैं बच्चों को हमेशा കുഞ്ഞുങ്ങളൊക്കെ कहता हूँ അഭിഷേകത്തിന്റെ മക്കളായി कि ये सब अभिषेक के sons बच्चे of oil ആയി बनकर നിൽക്കട്ടെ. अभिषेक का पुत्र बनकर खड़े Hallelujah. होने पाए. हालेलुया. 2 ഒലിവ് വൃക്ഷങ്ങൾ. 2 जैतून का वृक्ष. कौन कौन है वो जैतून का वृक्ष? आपको जानते हैं? आरे क्या ഒലിവ് വൃക്ഷം നിങ്ങൾക്കറിയാമോ? prophecy is about Joshua and Zerubbabel. ജോഷുവയെയും ജെറുബാബേലിനെയും പറ്റിയുള്ള आज पवित्र പ്രവചനമാണ്. है Joshua Zerubbabel. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ജോഷുവയെ ജെറുബാബേലെ. आप दोनों अभिषेक का संतान हुए. നിങ്ങൾ രണ്ടും അഭിഷേകത്തിന്റെ പുത്രന്മാരാണ്. अगर आप अभिषेक का संतान है तो നിങ്ങൾ അഭിഷേകത്തിന്റെ പുത്രന്മാരാണെങ്കിൽ ജോഷുവ, लास्ट संडे भी मैंने कहा, കഴിഞ്ഞ ഞായറാഴ്ചയും ഞാൻ പറഞ്ഞു, तेरा सेवकाई में स्वर्गदूतों तेरे साथ में खड़ा रहे. നിന്റെ ശുശ്രൂഷയിൽ സ്വർഗ്ഗദൂതന്മാർ ഇറങ്ങി നിൽക്കും. जोशुआ, ജോഷുവയെ, तेरा आगे मैं एक पत्थर को देख रहा हूं. നിന്റെ മുൻപിൽ ഞാൻ ഒരു കല്ലിനെ കാണുന്നു. एक पत्थर को देख रहा ഒരു കല്ല് കാണുന്നു. हूं. वो पत्थर कौन सा पत्थर है बारे ആ में? കല്ല് ഏത് That കല്ലാണ്? is the cornerstone. അതൊരു മൂലക്കല്ലാകുന്നു. I'm going to say something which God revealed me. ദൈവം വെളിപ്പെടുത്തിയ ഒരു वो കാര്യം बात मुझे പറയാൻ दिया, कुछ ആഗ്രഹിക്കുന്നു. प्रकाशन में कहने के लिए जा रहा हूं. ദൈവം തന്ന ഒരു വെളിപ്പാട് ജോഷുവ, പറയുവാൻ. ജോഷുവയെ, son of oil. എണ്ണയുടെ പുത്ര, हालेलुया. मैं एक पत्थर को देख रहा हूं ഞാനൊരു കല്ല് കാണുന്നു. जो कलीसिया का कॉर्नरस्टोन बनने वाला അത് पत्थर है. സഭയുടെ മൂലക്കല്ലാകുന്ന കല്ല്. Zerubbabel, ഹേ സെറുബ്ബാബേൽ, मैं एक पत्थर को देखने को. ഞാനൊരു കല്ല് That കാണുന്നു. is the capstone.
അത് പൂർത്തി വരുത്തുന്ന കല്ലാകുന്നു. दो अभिषिक्त लोग हैं, രണ്ട് അഭിഷിക്തന്മാർ, oil. രണ്ട് उनको എണ്ണയുടെ प्रभु आत्मा कह रहे, പരിശുദ്ധാത്മാവ് പറയുന്നു, जोशुआ ജോഷുവയെ तुम जो काम शुरू करेगा, നീ ആരംഭിച്ച പ്രവൃത്തി जरुब्बाबेल ജെറുബ്ബാബേലേ तुम लास्ट पत्थर रखेगा. നീ പൂർത്തി വരുത്തുന്ന കല്ലായി മാറും. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. If you have that anointing, നിനക്ക് അഭിഷേകം no ഉണ്ടെങ്കിൽ power can stop you. ഒരു ശക്തിക്കും നിന്നെ Joshua, തടയാൻ സാധിക്കത്തില്ല. no ജോഷുവയെ, power can stop you. ഒരു ശക്തിക്കും Zerubbabel, no power can stop you. ये ज़ेरुब्बाबेल तुझे You कोई are रोक going to नहीं build. सकता. Hallelujah. तुम बनाओगे. कितने लोग इस वचन को स्वीकार करेगा? कितने लोग इस वचन को स्वीकार करेगा? कुछ लोग कहेगा, कुछ लोग कहेगा ചിലർ പറഞ്ഞാട്ടെ ना ताकत से, ശക്തിയാലെയല്ല, ना सेना से, ബലത്താലെയല്ല, पर उसका आत्मा का द्वारा ആത്മാവിന്റെ खड़ा होकर हम आराधना करेगा. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം. 2-3 मिनट तालियां बजाकर കരങ്ങളെ अल्मा കൊട്ടി. लमा शखना रमशल कमन हादुल पमशल कमन सब लोग खड़ा होकर എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ട് ആരാധിക്കാൻ പോകുകയാ. യേശുവിൻ നാമം. ना तो बल से ना शक्ति से, पर तेरी आत्मा के द्वारा. ना तो बल से ना शक्ति से, पर तेरी आत्मा के द्वारा. ये पहाड़ टल जाएगा, ये पहाड़ टल जाएगा, ये पहाड़ टल जाएगा तेरी आत्मा के द्वारा. ये पहाड़ टल जाएगा, ये पहाड़ टल जाएगा, ये पहाड़ टल जाएगा तेरी आत्मा के द्वारा. ना तो बल से ना शक्ति से, पर तेरी आत्मा के द्वारा. ना तो बल से ना शक्ति से, पर तेरी आत्मा के द्वारा. ये पहाड़ टल जाएगा, ये पहाड़ टल जाएगा, ये पहाड़ टल जाएगा तेरी आत्मा के द्वारा. ये शहर बदल जाएगा, ये शहर बदल जाएगा, ये शहर बदल जाएगा तेरी आत्मा के द्वारा. ये आपका समय है ഇത് നിങ്ങളുടെ സമയമാകുന്നു. to receive your deliverance. നിങ്ങളുടെ വിടുതൽ പ്രാപിക്കേണ്ട സമയം. Allow Jesus to touch your life. യേശു നിങ്ങളുടെ ജീവിതം തൊടുവാൻ നിങ്ങൾ അനുവദിച്ചു കൊടുത്താട്ടെ. You're going to experience that shackles, that bondages are getting, hallelujah, loose from your life. आप ये अनुभव करने पाए कि आपके जीवन की जंजीरें, आपके जीवन की बंधनें खुल रही है. Some traditional bondages, कुछ पारंपरिक बंधनें, some ancestral curses, कुछ पारंपरिक आने वाली श्राप, because of the anointing, अभिषेक के द्वारा we break that yokes. हम उस जुआओं को तोड़ते हैं. We set your people free हम परमेश्वर की प्रजा को आजाद करते by हैं. the virtue of the shed blood of Jesus Christ. यीशु मसीह के लहू से We send them with freedom. हम उन्हें आजादी के साथ इन्हें बेचते हैं. Send them with freedom. हम आजादी के साथ इन्हें name of बेचते हैं. Jesus. यीशु मसीह के नाम Because से of the anointing, the yoke shall be broken. अभिषेक की वजह से जुआ तोड़ रही है. Food कभी वापस लौटाना नहीं है. ഒരിക്കലും മടങ്ങി വരത്തില്ല. You seal and protect your people. हम परमेश्वर की प्रजा को आजाद करते Almana हैं. ram shel kamana. Altelebe shekene. Some traditional, some hereditary sicknesses. कुछ पारंपरिक, कुछ हेरिडिटरी बीमारियां, यीशु नासरी के नाम में चंगा होने दीजिए. Some hereditary diseases. कुछ हेरिडिटरी रोगങ്ങൾ. Altalama shakana ram shel kamana. Healing in the name of Jesus. Healing, 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 healing. Bandane ragadal kadagal shantana. This is your time to receive that. ये आपका प्राप्त करने का समय है. Your deliverance. आपका छुटकारा. Your anointing.
दीजिए। സകല നുകങ്ങളും तालियां बजाकर रिसीव रिसीव। अगर कोई का तो वचन से आपसे बात किया, शरीर को छोड़ के दे दो, शरीर को छोड़ के दो। Do not limit yourself. Do not limit yourself. Let your people get that healing. Let your people get that deliverance. Amen, amen. Name of Jesus. യേശുവിന്റെ നാമത്തിൽ ആമനാരം ശേഖനെ രക്തൽ പംശൽ കമനര ഗദൽ കടകൾ ശതനെ ജുവന്തേലെ ലപ്ശൽ കമനര ഗദൽ കടകൾ ശതന ലപ്ശൽ യേശുവിന്റെ നാമത്തിൽ ജബദൽ പംശൽ കമനര അൽക്കലാമ ശകനാരം ശതന റിഖവരവ ശതുനരവ ഓ യേശുവിന്റെ നാമത്തിൽ റിഖവരവ റിബരവ ശതുന ഹസ്തകമനവരവ ശതേ റിഖവരവ ശതുനരവ अपने बच्चों के ऊपर रखा हुआ जुआओं तोड़ने दीजिए। हाल दुगंगल തകരപ്പെടട്ടെ अपने शरीर के ऊपर रखा हुआ जुआओं तोड़ने दीजिए। നമ്മുടെ ശരീരത്തിന് മുകളിൽ നുകങ്ങൾ परिवार के ऊपर തകരട്ടെ रखा हुआ जुआओं तोड़ने दीजिए। കുടുംബത്തിന്റെ മുകളിൽ നുകങ്ങൾ തകരട്ടെ हदल पंशल का मिथ्यान का जुआओं तोड़ने दीजिए। मिस्र का जुआओं तोड़ने दीजिए। എല്ലാം We use authority. യെസ് ആമേൻ റഖനവരബ ശേഖ हम अपने शरीर को बिया कर रहे हैं प्रभु जी। हम अपने शरीर को बिया कर रहे हैं यीशु नासरी के नाम में। യേശുവിന്റെ നാമത്തിൽ റിഖനവരബ റിഖവരവ ശതുന ഹസ്തകമനവരവ റിഖവരവ ശതുന റിഖവരവ अलखिलामा शखना आदम शखमना अजले लमशल कमना रगदल कदगल शंदना Thank you Holy Spirit. I will give you power and anointing. तुझे सामर्थ दूंगा to tremble upon snakes and scorpions. सारे सांप और बिच्छुओं की शैतान का सारे बल को कुचल डालने का अधिकार मैं तुझे दूंगा। आमेन 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 शैतान के सारे चालों को कुचलने का अधिकार यहोशुआ है। The accuser may be accusing you. आमेन The accuser may be accusing you. वो तुझे दोष लगाते होंगे। हाँ शैतान तेरे ऊपर दोष लगाते हैं। शैतान നിന്റെ മേൽ നിന്നെ लेकिन मैं तुझे सामर्थ दूंगा। പക്ഷേ ഞാൻ നിനക്ക് ശക്തി शैतान का തരും। सारे युक्तियों को पार करने का सामर्थ्य। പിശാചിന്റെ സകല യോജനകളെയും ജയിക്കാനുള്ള ശക്തി जोशुआ के ऊपर शैतान दोष लगा रहा था। ജോഷുവയെ പിശാച് വന്ന് ബ്ലെയിം ചെയ്യാൻ നോക്കി लेकिन ദോഷം जोशुआ പറഞ്ഞു। तुम പക്ഷേ ജോഷുവയെ एक तेल का संतान है। നീ ഒരു എണ്ണയുടെ പുത്രനാകുന്നു। Oh, if you are a son of oil, Mashakana. നീ ഒരു എണ്ണയുടെ If you are a son of പുത്രനാകുന്നു। oil, നീ ഒരു എണ്ണയുടെ no പുത്രനാകുന്നു। Satan, Mashal Kamana, പിശാചേ Hadal Pamshal Kamana, Satan. പിശാചേ Whatever क्या लिखा है हमारे में? വചനം എന്താ എഴുതിയിരിക്കുന്നത്? Wow, come on, church, I want to say something. I want to say something. शैतान जोशुआ के ऊपर दोष लगाने के लिए आया। പിശാച് ജോഷുവയെ കുറ്റം ചുമത്തുവാൻ വന്നു। दोष लगाया नहीं, കുറ്റം ചുമത്തിയില്ല, लगाने के लिए आया। കുറ്റം ചുമത്തുവാൻ വേണ്ടി लगाने से വന്നു। पहले परमेश्वर कहा, ചുമത്തുന്നതിന് മുമ്പ് തന്നെ क्या കർത്താവ് कहा? പറഞ്ഞു, ദൈവം എന്ത് പറഞ്ഞു? शैतान को डांटा। പിശാചിനെ അവനെ ശാസിച്ചു। Even before he opened his mouth, അവൻ അവന്റെ hallelujah. അതം തുറക്കുന്നതിന് God മുൻപ് തന്നെ rebuked Satan. പിശാചിനെ Hey, stop. ശാസിക്കുക. Stop, I know him. എനിക്ക് അവനെ He അറിയാം. is a son of oil. അവൻ എണ്ണയുടെ He is an anointed പുത്രനാകുന്നു. person. അവൻ അഭിഷേക No weapons against will, against me and दासनाകുന്നു। against him will prosper. Hallelujah. ये उसकी उन्नति को विरुद्ध में कोई दोष नहीं लगा सकता। One second. हालेलुया। अय्यूब आयुब के ऊपर दोष लगाने के लिए शैतान आया। नहीं, दोष लगाने के लिए नहीं। ഇയ്യോബിന്റെ മേൽ കുറ്റം ചുമത്തുവാൻ വേണ്ടി വന്നു। आयुब के ऊपर नजर रखा। ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി परमेश्वर വെച്ചു। शैतान को डांटा नहीं। ദൈവം പിശാചിനെ വഴക്ക് പറഞ്ഞില്ല। डांटा क्या? വഴക്ക് പറഞ്ഞോ? और क्या ശാസിച്ചോ? ഇല്ല। जाके उनको परीक्षा करे। പോയി നീ मुझे मेरा बच्चा പരീക്ഷിച്ചു को കൊള്ളുക। जानते हैं। എനിക്ക് എന്റെ കുഞ്ഞിനെ അറിയാം। मुझे मेरा बच्चा को जानते എനിക്ക് हैं। എന്റെ മകനെ അറിയാം। परमेश्वर जानते हैं क्या कैसे कब करना है। ദൈവത്തിന് അറിയാം എപ്പോ എന്ത് किसके ചെയ്യണം। साथ में कैसे व्यवहार, ये परमेश्वर जानते हैं। ആരുടെ കൂടെ എങ്ങനെ हम അവൻ परमेश्वर ബിഹേവ് को ചെയ്യണം study class ദൈവത്തിന് देने की അറിയാം। कोई जरूरत നാം नहीं। ദൈവത്തെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല। Hallelujah. ഹല്ലേലൂയ। परमेश्वर को जानते हैं, मेरा बच्चा आयुब कुछ भी होने दीजिए वो अटल रहेगा। ദൈവത്തിന് അറിയാം എന്റെ ഇയ്യോബിന് എന്ത് സംഭവിച്ചാലും അവൻ സ്ഥിരനായിരിക്കും। जाके परीक्षा करो। പോയി പരീക്ഷിച്ചു കൊള്ളുക। लेकिन जोशुआ के बारे में പക്ഷേ ജോഷുവയെ जब दोष പറ്റി लगाया, കുറ്റം लगाने के ചുമത്തിയപ്പോൾ लिए आया, കുറ്റം ചുമത്താൻ വന്നപ്പോൾ शैतान को परमेश्वर ने कहा,
പിശാചിനോട് ദൈവം പറഞ്ഞു, डांट के कहा, ഫൽസിച്ചിട്ട് मैं പറഞ്ഞു, जानते मेरा बच्चा को എനിക്കറിയാം എന്റെ കുഞ്ഞിനെ अग्नि से खींच के बाहर लाया एक അവനെ लकड़ी है. തീയിൽ നിന്ന് വലിച്ചത് തീക്കൊള്ളിയാകുന്നു. I know my child. എനിക്കറിയാം എന്റെ He കുഞ്ഞിനെ, was inside the fire burners. അവൻ തീച്ചൂളയുടെ I ഉള്ളിലായിരുന്നു. know last few years मैं जानता हूँ पिछले कुछ I सालों kept से him inside a furnace. मैं इसे आग की भट्टी में रखा था. I was preparing him inside a furnace. मैं इसको आग की भट्टी के अंदर I will प्रिपेयर not कर रहा allow था. any more suffering upon my child. मैं ये नहीं अनुमति दूंगा कि कोई I know मेरे he was संतान को going दोष through लगाए. a furnace kind of situation. मैं जानता हूँ कि आग की भट्टी की I अनुभव know से for गुजर everything रहा there is था. a limit. मैं Hallelujah. जानता हूँ कि सब बातों की एक सीमा I know है. for there is a limit for everything. मैं जानता हूँ कि सब बातों की सीमा No है. more furnace in your life, Joshua. आग की भट्टी अभी तुम्हारे जीवन में नहीं You होगा. already went through the furnace. तू ऑलरेडी आग की भट्टी And से गुजर Satan want to चुका है. increase that hardships. शैतान उसको और भी उसके कठिनाई को बढ़ाना Ah, चाहता है. but what Bible says? लेकिन वचन क्या कहती है? God rebuked Joshua. Oh, I'm sorry, परमेश्वर ने Satan. God rebuked Satan. परमेश्वर शैतान को डांटा. He is my child. वो मेरा पुत्र He है. was inside the furnace. वो आग की भट्टी के I अंदर just था. took him out of that furnace. मैं अभी उसे आग की भट्टी से बाहर खींच अभी निकाला अभी है. उनका मिनिस्ट्री का समय है. ഇപ്പോ അവനെ हाँ, ശുശ്രൂഷയുടെ मैंने उनको तैयारी करके സമയമാകുന്നു. क्यों बाहर लाया? ഞാൻ അവനെ ഒരുക്കി എന്തിനാ उनको പുറത്ത് उपयोग करने के लिए. കൊണ്ടുവന്നത്? അവനെ कोई भी ഉപയോഗിക്കേണ്ടതിന്. शैतान उसको रोक नहीं सकते. ഒരു ശൈത്താന് ശക്തികൾ I'm going to use him. തടയുകയില്ല. मैं उसका I'm going to इस्तेमाल use him. करूंगा. मैं Child, उसका God is going to इस्तेमाल use you. करूंगा. परमेश्वर आपका इस्तेमाल करेगा. God asked that angel to change his garments, परमेश्वर ने उस स्वर्गदूत को उसके वस्त्र बदलने which के लिए was कहा unclean. जो अशुद्ध था. God knows your shortcomings. परमेश्वर जानता है आपकी बलहीनताओं को And he is ready to remove that garment और and वो give you a आपके- new, hallelujah, holy garment of और righteousness. वो आपके पुराने वस्त्र को निकालकर धार्मिकता की वस्त्र पहनाने के लिए तैयार है. It's not your merit, Joshua. वो आपका खूबी नहीं है. It's not your merit. ये आपकी खूबी नहीं है. If your dress, your garment is, shining, अगर आपकी वस्त्र अगर आप चमकना चाहते it's हो because of the grace of God. तो वो परमेश्वर की अनुग्रह फिरनी को है. प्रभु उपयोग कर रहे हैं. वो परमेश्वर इस्तेमाल करना है. फिरनी को प्रभु उपयोग कर रहे हैं. ദൈവം ഏഞ്ചലിനെ ഉപയോഗിക്കുന്നു. Hallelujah. इसलिए उपयोग कर रहे हैं. ഇതുകൊണ്ട് ഉപയോഗിക്കുന്നു. परमेश्वर का अनुग्रह का द्वारा. ദൈവത്തിന്റെ കൃപയാൽ. Hallelujah. ഹല്ലേലൂയ. रोक नहीं सकते. തടയുവാൻ സാധിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ചിലർ പറഞ്ഞാട്ടെ बहुत बड़ा ब्रेक थ्रू होने वाला है. വലിയൊരു വിടുതൽ സംഭവിക്കുവാൻ शैतान പോകുന്നു. को परमेश्वर डांट रहे. പിശാചിനെ ദൈവം बच्चा ഭത്സിക്കുന്നു. आपका विरुद्ध में खड़े अंधकार को परमेश्वर डांट रहे നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പിശാചിനെ ദൈവം ഭത്സിക്കുന്നു. और आपको स्वतंत्र कर रहे. നിങ്ങളെ ഫ്രീഡം ആക്കുന്നു. Get that freedom. ആ ഫ്രീഡം റിസീവ് Get ചെയ്താട്ടെ. that freedom. उस आजादी को प्राप्त कर ज़ेरुब्बाबेल. ले. हे ज़ेरुब्बाबेल. तेरे आगे कौन खड़ा है? നിന്റെ മുൻപിൽ ആരാ നിൽക്കുന്നത്? बड़ा पहाड़ जैसा समस्या होगा. വലിയ പർവ്വതം പോലത്തെ പ്രശ്നങ്ങളായിരിക്കാം. Let it be. Hallelujah. वो एक मैदान बनने दीजिए. वो समतल होने दे. हालेलुया. हाथों को उठाकर. കരങ്ങളെ ഉയർത്തി Lord, together we pray. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Let your people experience that freedom. കർത്താവിന്റെ ജനം ആ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. उन्होंने अनुभव करने दीजिए. അനുഭവിക്കട്ടെ. शरीर में आत्मा में प्राण में हर मंडली में ശരീരത്തിൽ പ്രാണത്തിൽ जंजीरें ആത്മാവിലും टूट रहे. ആ ബന്ധനങ്ങൾ അഴിയുന്നു. स्वतंत्र हो रहे. ऐसे സ്വതന്ത്രരാകുന്നു. हमने किया बोल के धन्यवाद. അങ്ങനെ ചെയ്തതിനായി ऐसे हमने നന്ദി. किया बोल के धन्यवाद. അങ്ങനെ ചെയ്തതിനായി यीशु നന്ദി. मसीह के पवित्र नाम में. യേശുവിന്റെ വിശുദ്ധ നാമത്തിൽ ആമേൻ 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 ആമേൻ. हालेलुया. हालेलुया. प्रवचन का सेवकाई में हम प्रवेश करने के लिए